ഓക്കെ, പറഞ്ഞതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. മാക്സിമം എല്ലാവരും ക്ലാസ്സുകളൊക്കെ കേട്ട് തുടങ്ങുക. അധികം സമയമില്ല. നമ്മുടെ സോഴ്സ് ബുക്കുകളൊക്കെ വായിക്കുക. പിന്നെ മെയിൻ ആയിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് MCQs ആണ്. അത് ഇതിൽ ആപ്പിൽ അപ്ലോഡ് ചെയ്ത എല്ലാ MCQs നിങ്ങൾ ചെയ്യുക. അതിന്റെ പുറമെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അത് 2 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പോരാത്തതിന് എല്ലാ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് കൂടി നിങ്ങൾ നോക്കുക. ഈ NTയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും കണ്ടിട്ടുള്ളത്, നെറ്റ് ആയാലും അതല്ലെങ്കിൽ CUT ആയാലും കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ നിന്നും വീണ്ടും ചോദ്യങ്ങൾ അവരുണ്ടാക്കും. ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻ എങ്കിൽ കൂടി ഒരു ടോപ്പിക്കുകൾ അധികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും അവർ ഡീപ്പായിട്ട് പോകുന്നത് ഈ പല ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ആ ഓപ്ഷൻസ് കൃത്യമായി നോക്കുക. ഇപ്പൊ ഒരു 75 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാം അല്ലെ. ഓരോ ഓപ്ഷനും ഒരു ക്വസ്റ്റ്യൻ ആക്കി നമുക്ക് മാറ്റാം. അപ്പൊ ആ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും ചെയ്യുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് പേപ്പർ A. ഓക്കെ, പേപ്പർ 1, അതായത് നമ്മുടെ മാത്തമാറ്റിക്സ്, ന്യൂമറി, മെന്റൽ എബിലിറ്റി, ജനറൽ നോളജ്, അങ്ങനത്തെ കാര്യങ്ങളും ആ ക്വസ്റ്റ്യനും ആ ഒരു പേപ്പറും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരുന്നത് അതൊക്കെയാണ്. ഞാൻ റെക്കോർഡിലുള്ള ആളുകൾക്ക് കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോക്കോട്ടെ. ജിതിൻ ആൻഡ് റിസ്വാന. ഓക്കെ, അപ്പോ സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ആണ്. ഓക്കെ, ഞാൻ ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഏകദേശം വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ. നമ്മുടെ ഇതിൽ ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നുണ്ട്, ഇംഗ്ലീഷ് റെവല്യൂഷൻ വരുന്നുണ്ട്, റഷ്യൻ റെവല്യൂഷൻ വരുന്നുണ്ട്, അമേരിക്കൻ റെവല്യൂഷൻ വരുന്നുണ്ട്, World War I, World War II. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ടോപ്പിക്സ് ഉള്ള വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്, അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ പഠിക്കുന്നതിന്റെ ഡബിൾ അതല്ലെങ്കിൽ ഇരട്ടി ആയിട്ട് എന്ത് ചെയ്ത് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, അത്രത്തോളം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വേൾഡ് ഹിസ്റ്ററി എന്ന് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതിന്റെ മുമ്പത്തെ വർഷം 2022 ആകെ ചോദിച്ചത് 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ, ഒരു വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി അധികം സമയം മാറ്റി വെക്കുക എന്നുള്ളത് ഒരു അബദ്ധമാണ് അല്ലെ. ഇത്രത്തോളം വാസ്റ്റ് ആയിട്ട് ടോപ്പിക്കാണ്. പക്ഷെ ചോദ്യം വരുന്നത് 2-3 മാർക്കിനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്ന് തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനെ പഠിച്ച ആളുകളാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കാം. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് CUT ക്രാക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മളൊരു എക്സാമിന്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻസ് അല്ല. കാരണം 2-3 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ ഇരിക്കാം. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് ഈ എല്ലാ ടോപ്പിക്കും, ഈ യൂറോപ്യൻ ഹിസ്റ്ററി, ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ ഹിസ്റ്ററി, നമ്മൾ റഷ്യൻ റെവല്യൂഷൻ, World War II, World War I, ഈ 5-6 ടോപ്പിക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് വീണ്ടും മനസ്സിൽ വെക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് CUT എൻട്രൻസ് എഴുതി ഒരു നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ പഠിക്കണം. നമ്മളെല്ലാവരും ഇതുവരെ പഠിച്ച പോലെ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 100 മാർക്കും വാങ്ങിയിട്ട് നമ്മൾ ടോപ്പറായിട്ട് കയറുക എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ മത്സരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റുഡൻസിനായിട്ടാണ്. അപ്പൊ എക്സാമിന്റെ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ചോദിക്കും, അതല്ലെങ്കിൽ ആർക്കും കിട്ടാത്ത രീതിയിൽ അത്രയും ടഫ് ആയിട്ടായിരിക്കാം ചോദിക്കാം. ഇങ്ങനെ 2 മെത്തേഡിലാണ് ഈ ചോദ്യങ്ങൾ വരാറ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് PPT കാണാത്ത എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിലും പറയണം. ഓക്കെ ഓക്കെ. അപ്പൊ PYQ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 2022 ചോദിച്ച 2 ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ദ ബോസ്റ്റൺ ടീ പാർട്ടി വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് റെവല്യൂഷൻ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേൾ ഹാർബർ ആൻഡ് അമേരിക്കൻ നേവൽ ആൻഡ് എയർഫോഴ്സ് ബേസ് വാസ് അറ്റാക്ഡ് ബൈ. 2ാം ലോകമഹായുദ്ധത്തിൽ അറ്റാക്ക് ചെയ്തതാണ് അല്ലെ. ഇത് 2ന്റെ ഉത്തരം നമുക്ക് ഒരുവിധം ഹിസ്റ്ററി എല്ലാവരും വായിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പൊ ഇതാണ് ഞാൻ ഇതിന് പറഞ്ഞത്. ഒന്നെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ട് ആർക്കും കിട്ടാത്ത രീതിയിലും 2 ചോദ്യം ചോദിക്കാം. അപ്പൊ ഇതൊരു ഗാംബ്ലിംഗ് രീതിയിലാണ്. പക്ഷെ ഇതിന്റെ ടോപ്പിക് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറയണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ ഞാൻ PGക്ക് പഠിച്ചത് ഒരു സെമിസ്റ്റർ മൊത്തം 6 മാസം എടുത്തിട്ടാണ് അത് പഠിച്ചത്. അത്രത്തോളം വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പൊ ഇതിന് ഓവർ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പേപ്പർ 1ലേക്ക്, പേപ്പർ Aയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് PYQs കൂടുതൽ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം എല്ലാവർക്കും അറിയില്ലേ?
ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സ് ചെയ്യോ? അതിൽ ഞാൻ പറയണം. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വാർ ഓഫ് ഓക്കെ, ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടതാണ്. പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തത് ജപ്പാനാണ്. ഇത് രണ്ടും നമുക്ക് അറിയുന്ന ടോപ്പിക്കുകളാണ് അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും പറയുന്നു, ഇപ്പൊ ഒരുപാട് പേര് പുതിയതായി ജോയിൻ ചെയ്ത് അതുകൊണ്ട് പറയാണ്, ഒന്നെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കും, അതല്ലെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ടായിരിക്കും കിട്ടാത്ത രീതിയിൽ ചോദിക്കും. പക്ഷെ ഇതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അത്രത്തോളം വാസ്റ്റ് ആണ്. അപ്പൊ ഒരുപാട് സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കൂടുതൽ സമയം ഫോക്കസ് ചെയ്ത് കൊടുക്കുക. പേപ്പർ 1 നോക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓവറോൾ ഐഡിയ, എങ്ങനെയാണ് റെവല്യൂഷൻ വന്നത്, എന്തൊക്കെയാണ് ഇതിൽ കാര്യങ്ങൾ, ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, അത് മാത്രം പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് മൊത്തത്തോടെ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റീഡിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. കൂടുതൽ PYQs ഇതിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഓവർ ടൈം ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് എടുത്ത് പോവുകയാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് റെവല്യൂഷൻ ആണ്. ഇതിന്റെ ഡേറ്റ്, ഓക്കെ, ഈ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഉടമ്പടികൾ, ട്രീറ്റീസ് ഉണ്ടാവും, അത് നോക്കുക. പ്രധാനപ്പെട്ട ആളുകൾ, ഏതൊക്കെ രാജാക്കന്മാരാണ് ഇതിൽ ഉൾപ്പെട്ടത് നോക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് റെവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 മെയിൻ റെവല്യൂഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷ് സിവിൽ വാർസ് 1642-ലും, പിന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ, അതല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ, അത് 1688. ഓക്കെ, ഈ 2 റെവല്യൂഷൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാറുള്ളത്. ഇംഗ്ലീഷ് സിവിൽ വാറിൽ ഏകദേശം 3 വാറുകൾ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇംഗ്ലീഷ് സിവിൽ വാർ, സെക്കൻഡ് ഇംഗ്ലീഷ് സിവിൽ വാർ, തേർഡ് ഇംഗ്ലീഷ് സിവിൽ വാർ. ഓക്കെ, ഗ്ലോറിയസ് റെവല്യൂഷന്റെ മറ്റൊരു പേരെന്താണ്? ബ്ലഡ്ലെസ് റെവല്യൂഷൻ. ഓക്കെ, 1688. രണ്ടിന്റെയും ടൈം നോക്കി വെക്കുക. ഓക്കെ, വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ് സിവിൽ വാർ ഒരു സീരീസ് ഓഫ് വാറിനെയാണ് പറയുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? റോയലിസ്റ്റും പാർലമെന്റേറിയൻസും തമ്മിലുള്ള യുദ്ധത്തെയാണ്, അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിവോൾട്ടിനെയാണ് ഈ ഇംഗ്ലീഷ് സിവിൽ വാർസ് എന്ന് പറയുന്നത്. ഈ റോയലിസ്റ്റ് എന്ന് പറയുന്നാൽ നമ്മുടെ രാജാക്കന്മാരെ, ഇംഗ്ലണ്ട് ഒരു രാജഭരണമാണ് അല്ലെ, ഇപ്പോഴും രാജഭരണമാണ്. ക്യൂൻ എലിസബത്തിനെയും ഇവരൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിന്റെ റോയലിസ്റ്റുകളുണ്ട്, പാർലമെന്റേറിയൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് റോയലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് പാർലമെന്റേറിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇംഗ്ലീഷ് വാർ was fought primarily over the correct balance of power between Parliament and Charles First. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരാളെ പേര് നമുക്ക് കിട്ടി. ചാൾസ് ഫസ്റ്റിന്റെ സമയത്താണ് ഇംഗ്ലീഷ് സിവിൽ വാർസ് നടക്കുന്നത്. 1642-ലെ ഇംഗ്ലീഷ് സിവിൽ വാർ, ഫസ്റ്റ് ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നത് ചാൾസ് ഫസ്റ്റിന്റെ സമയത്താണ്. അന്നത്തെ അവിടുത്തെ മൊണാർക്കാണ്, രാജാവാണ് ആര്? ചാൾസ് ഫസ്റ്റ്. ഈ ചാൾസ് ഫസ്റ്റിന്റെ അച്ഛനായിട്ടുള്ള ജെയിംസ് ഫസ്റ്റിന്റെ കാലത്ത് തന്നെ ഈ പാർലമെന്റും അതുപോലെ തന്നെ മൊണാർക്കും തമ്മിലുള്ള സ്കഫിൾ ഹബിൾ, അവർ തമ്മിലുള്ള ഈ പിടിവലികൾ, പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു റെവല്യൂഷൻ ആയിട്ട് പൊട്ടി പുറപ്പെട്ടില്ല. ഓക്കെ, ജെയിംസ് ഫസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചാൾസ് ഫസ്റ്റ് വരുന്നു. ഓക്കെ, ഓർത്തു വെക്കുക. ഈ ജെയിംസ് ഫസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്ങിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഷഹബാസ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മളോട് ഡിവൈൻ റൈറ്റ്, ജെയിംസ് ഫസ്റ്റ് ഒരു ഡിവൈൻ റൈറ്റിൽ വിശ്വസിക്കുന്ന അത്യന്തികം ഒരു അങ്ങനത്തെ റൂളറാണ്, മൊണാർക്കാണ്. എന്താണ്? എനിക്ക് പവർ തന്നത് ദൈവമാണ്, ഞാൻ ദൈവത്തോട് മാത്രമേ കടപ്പെട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ആരുമായിട്ട് എനിക്ക് യാതൊരു വിധ കണക്ഷനും ഇല്ല, അവരുമായിട്ട് ഞാൻ കടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടുള്ള ഭരണം മുന്നോട്ട് വെക്കാം എന്നൊരു കാഴ്ചപ്പാടാണ് ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്. ഓക്കെ, രാജാവിന് അധികാരം ദൈവത്തിൽ നിന്ന് കിട്ടുക. അപ്പൊ ഈ ചാൾസ് എന്ത് ചെയ്തു? ജെയിംസ് ഫസ്റ്റിന്റെ മകനായിട്ടുള്ള ചാൾസ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം ആയിരുന്നു, ജെയിംസിന്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, ഇന്നത്തെ നമുക്ക് UK അറിയാം, യുണൈറ്റഡ് കിങ്ഡം. അത് എന്തൊക്കെ ഉൾപ്പെടുത്താണ്? ഇംഗ്ലണ്ട്, അയർലൻഡ്, വെയിൽസ് എല്ലാം കൂടി ഉൾപ്പെടുത്തതാണ് ഇന്നത്തെ UK. അപ്പൊ അന്ന് സമയത്ത് 1603, 1625, 1642 17th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ട് യൂണിഫൈഡ് അല്ലായിരുന്നു. ഓരോ നാട്ടുരാജാക്കന്മാരും ഓരോ സ്കോട്ട്ലൻഡിനും അയർലൻഡിലും വെയിൽസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചാൾസിന് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഡ്രീം ആയിട്ടുള്ള ഒരു യുണൈറ്റഡ് കിങ്ഡം, ഈ ഞാൻ പറഞ്ഞ 4 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രൊവിൻസുകളും കൂട്ടിച്ചേർത്ത് ഒരൊറ്റ യുണൈറ്റഡ് കിങ്ഡം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹം സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം നടക്കുന്നു, അയർലൻഡുമായിട്ട് യുദ്ധം നടക്കുന്നു. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ചാൾസ് എന്ത് ചെയ്തു? ഒരു റോമൻ കത്തോലിക്കൻ ഫ്രഞ്ച് പ്രിൻസസ് ആയിട്ടുള്ള ഹെൻറിയറ്റ മാരിയ എന്നൊരു ആളെ വിവാഹം കഴിക്കുന്നു, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് റിനൈസൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഹിസ്റ്ററി എല്ലാം കണക്റ്റഡ് ആണ്. ഇത് 1600കളുടെ സമയം എപ്പോഴാണ്? ഇറ്റലിയിലും നമ്മുടെ സ്പെയിനിലും ഇവിടെയൊക്കെ റിനൈസൻസ് നടക്കുന്ന സമയമാണ്. ഈ റിനൈസൻസിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ചർച്ച് ഏതായിരുന്നു? അത് റോമൻ കത്തോലിക്കൻ ചർച്ച് അല്ല, അത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചർച്ചാണ്. പ്രസ്ബിറ്റേറിയൻ ചർച്ച് എന്നോ അല്ലെങ്കിൽ കാവലിയൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ജനറലി നമ്മൾ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നു. റോമൻ കത്തോലിക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന അന്ത ചർച്ച് എന്ന് പറയുന്നത്, അതിൽ ഭൂരിഭാഗം
ആളുകൾ വിശ്വസിച്ചിരുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലാണ്. ഓക്കെ, പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ രാജാവായിട്ടുള്ള ചാൾസ് ഫസ്റ്റ് ഒരു റോമൻ കത്തോലിക്കൻ പ്രിൻസസിനെ മാരേജ് ചെയ്തു. അപ്പൊ അവർക്ക് അത് കൺസേൺ ആയി. കാരണം ഇനി ഈ രാജാക്കൾ ഈ രണ്ട് പേർക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് റോമൻ കത്തോലിക്കനായിട്ട് വളർത്തും. അപ്പൊ ഒരു കത്തോലിക്കൻ സക്സഷൻ അവിടെ ഉണ്ടാവും. അത് ഈ കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ ഒരു കാരണമാണ് നമ്മൾ പറയുന്നത്. പിന്നെ 1628 ആയപ്പോഴേക്കും സോറി ഓക്കെ 1628 എന്ത് ചെയ്യുന്നു, കളക്ട് ടാക്സ്, ഹി വാസ് ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്കോട്ട്ലൻഡ് ഈ യുണൈറ്റഡ് കിങ്ഡം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു വാസ്റ്റ് ആർമി നിലനിർത്തേണ്ട ആവശ്യം വന്നു. ഓക്കെ, ഒരുപാട് ആളുകളുള്ള ഒരു ആർമി. ഈ ആർമിക്ക് എന്ത് ചെയ്യണം, നമ്മൾ പൈസ കൊടുക്കണം അല്ലെ, സാലറി ആയിട്ട് കൊടുക്കണം. ഈ സാലറി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ടാക്സ് കൂട്ടാൻ ഒരു അനുവാദം വാങ്ങുന്നു. ഈ പാർലമെന്റേറിയൻസും റോയലിസ്റ്റും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പാർലമെന്റിന്റെ അംഗീകാരം വേണം എന്തിന്, ടാക്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു, ടാക്സ് കൂട്ടണം എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പാർലമെന്റ് ഈ ഒരു അവസ്ഥ, ഈ രാജാവിന്റെ അവസ്ഥ മുതലെടുക്കുകയാണ്. കാരണം പാർലമെന്റിന് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല, എല്ലാ അധികാരങ്ങളും ഉൾക്കൊള്ളുന്ന ആരാണ്, അത് ചാൾസ് ഫസ്റ്റ് തന്നെയാണ്. പാർലമെന്റിൽ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പാർലമെന്റ് ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പാസ്സാക്കിയിട്ടാണ് രാജാവിനെ കൊണ്ട്. കാരണം പാർലമെന്റിന് കുറച്ച് അധികാരങ്ങൾ വേണം ഇനി മുതൽ. ഓക്കെ, എങ്കിൽ ഞങ്ങൾ ടാക്സ് കൂട്ടാൻ അംഗീകരിക്കാം എന്നൊരു ക്ലോസ് വെക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അതേമാതിരി മറ്റൊരു ക്ലോസ് ആണ്, ഈ മൊണാർക്ക് എന്ത് ചെയ്യുന്നു, ആരെയും പണിഷ് ചെയ്യാൻ പാടില്ല. എന്ത്, ഈ ലോൺസ് റിഫ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ആരെയും പണിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് സംഭവങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു സംഭവമാണ് കണ്ടംനേഷൻ ഓഫ് ആർബിറ്ററി അറസ്റ്റ്. ഒരാളെ ചോദ്യം പറച്ചിലൊന്നും അത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. മാർഷ്യൽ ലോ ഇത് ചെയ്യണം, ഒഴിവാക്കണം. അഗ്രസീവ് മെഷേഴ്സ് ബൈ ദ കിങ് എല്ലാം ഒഴിവാക്കണം. അതൊരു കൂടുതൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യത്വമുള്ള ഒരു രാജാവായി മാറണം എന്നാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചാൾസ് ഫസ്റ്റിന്റെ മേലിൽ ഈ പാർലമെന്റ് ഒരു ഇമ്പോസ് ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ചാൾസ് എന്ത് ചെയ്യുന്നു, ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഡിവൈൻ റൈറ്റിൽ വിശ്വസിക്കുന്ന ഒരു കിങ്, അതല്ലെങ്കിൽ ഒരു ഞാനാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു രാജാവിനെ ഈ പാർലമെന്റ്, അതായത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിടുന്നു. 1629 മൊത്തത്തിൽ പാർലമെന്റിനെ പിരിച്ചുവിടുന്നു. ഏകദേശം 11 വർഷത്തോളം അദ്ദേഹം ചെയ്യുന്നു, പാർലമെന്റ് ഇല്ലാതെ അദ്ദേഹം റൂൾ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഈ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1640 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, സ്കോട്ട്ലൻഡുമായിട്ട് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുന്നു. സ്കോട്ട്ലൻഡ് റെബല്യൻ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ടാക്സ് കൂട്ടേണ്ട ആവശ്യം വരുന്നു. അദ്ദേഹം വീണ്ടും പാർലമെന്റിനെ വിളിച്ച് ചേർക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ രാജാവിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായ ഈ സ്ഥിതിയിൽ എന്ത് ചെയ്യുന്നു, പാർലമെന്റിന് മുന്നോട്ട് വെക്കുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വേണമെന്ന് തന്നെ അദ്ദേഹം അടിയുറച്ച് പാർലമെന്റേറിയൻസ് മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ചാൾസിന് വീണ്ടും ഇത് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം വീണ്ടും പിരിച്ചുവിടുന്നു. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ രണ്ടാമതായിട്ട് വീണ്ടും പിരിച്ചുവിട്ട 1640 പാർലമെന്റിനെ പിരിച്ചുവിട്ട ഒരു സമയത്ത് പറയുന്നതാണ് ഷോർട്ട് പാർലമെന്റ്. കാരണം വെറും 2 ആഴ്ച മാത്രമാണ് ആ പാർലമെന്റിന്റെ ടൈം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇവരിങ്ങനെ മുന്നോട്ട് ഓരോ ആവശ്യങ്ങൾ വെക്കുമ്പോൾ രാജാവിന് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം പിരിച്ചുവിടുന്നു. അപ്പൊ ഈ സമയത്താണ് ഷോർട്ട് പാർലമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, 1640 യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ കിട്ടണമെങ്കിൽ ടാക്സ് പിരിക്കണം. ടാക്സ് പിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും, പാർലമെന്റിന്റെ അംഗീകാരം വേണം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാർലമെന്റിനെ വീണ്ടും വിളിച്ചു ചേർക്കുന്നു. ഈ സമയത്ത് പാർലമെന്റ് എന്ത് ചെയ്തു, ഒരു മുന്നോട്ടൊരു ക്ലോസ് വെക്കാണ്. ഈ ചാൾസിന്, അതല്ലെങ്കിൽ അവിടുത്തെ രാജാവായിട്ടുള്ള ചാൾസ് ഫസ്റ്റിന് തോന്നിയ പോലെ പാർലമെന്റിനെ പിരിച്ചുവിടാൻ പറ്റില്ല, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു അധികാരം വേണം. അതായത് ചാൾസിന് അങ്ങനെ വെറുതെ പിരിച്ചിടാൻ പറ്റില്ല എന്നൊരു ക്ലോസ് മുന്നോട്ട് വെക്കുന്നു. ആ സംഭവത്തെ അതിനുശേഷം വന്ന പാർലമെന്റിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിനെ ചാൾസിന് പിരിച്ചിടാൻ സാധിക്കുന്നില്ല. അത് ഒരുപാട് കാലം നിന്നൊരു പാർലമെന്റ് ആണ്. ഓക്കെ, okay. The Long Parliament then passed the Terenial Act 1640, also known as the Dissolution Act. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഓക്കെ, ഈ ടെറനിയൽ ആക്ട് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്ന പാർലമെന്റിനെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 ഇയറിൽ വിളിച്ചു കൂട്ടണം. ഓക്കെ, പാർലമെന്റിന് കുറച്ച് അധികാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും പാർലമെന്റിനെ വിളിച്ചു വരുത്തണം. അതല്ലെങ്കിൽ പാർലമെന്റിന് തോന്നിയ പോലെ അവർക്ക് പിരിച്ചുവിടാൻ പറ്റില്ല. ഈ ഒരു ആക്ടിനെ പറയുന്നതാണ് ടെറനിയൽ ആക്ട് 1640, അതല്ലെങ്കിൽ ഡെസൊല്യൂഷൻ ആക്ട്. ചോദ്യം ഇങ്ങനെ വരാം, ഡെസൊല്യൂഷൻ ആക്ട് ഓർ ടെറനിയൽ ആക്ട് ഈസ് റിലേറ്റഡ് ടു വിച്ച് റെവല്യൂഷൻ? ഇപ്പൊ ഇംഗ്ലീഷ് റെവല്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ സംഭവം ഇതെല്ലാം കൂടി ചാൾസിന് വീണ്ടും ഇഷ്ടപ്പെടുന്നില്ല. 1642 ഓക്കെ, വർഷം ഓർത്ത് വെക്കുക. ഈ ചാൾസ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള മിനിമൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 400ഓളം സോൾജേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസ് എന്ന സഭയിലേക്ക് പോകുന്നു. അവിടുന്ന് 5 പേരെ ട്രീസന്റെ പേരിൽ, അല്ലെങ്കിൽ ചതിയുടെ, അല്ലെങ്കിൽ രാജാവിനെ എതിർത്തു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഈ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ചാൾസ് എന്ത് ചെയ്യുന്നു, ഈ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല.
ഇതിന് മുന്നോട്ട് ശേഷം ഈ ഒരു അറസ്റ്റ് മുന്നോട്ട് വെക്കുന്നതിനോട് കൂടി എന്ത് ചെയ്യുന്നു, ചാൾസും അല്ലെങ്കിൽ റോയലിസ്റ്റും പാർലമെന്ററീസും തമ്മിലുള്ള പിടിവലികൾ കൂടുകയാണ്, പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന റോയലിസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് കാവലിയേഴ്സ് എന്ന് പറയുന്നു. പാർലമെന്റിന്റെ സൈഡ് ആയിട്ടുള്ള ആളുകളെ റൗണ്ട് ഹെഡ്സും എന്ന് പറയുന്നു. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതായത് റോയലിസ്റ്റ് പാർലമെന്ററിയൻസ് എന്തെന്ന് പറഞ്ഞു, റോയലിസ്റ്റ് മറ്റൊരു പേരാണ് കാവലിയേഴ്സ്. അവർ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. പാർലമെന്റിന്റെ കൂടെ നിന്ന ആളുകളാണ് പാർലമെന്റേറിയൻസ്. അവരുടെ മറ്റൊരു പേരാണ് റൗണ്ട് ഹെഡ്സ്. ഈ റൗണ്ട് ഹെഡ്സ് എന്നാണ് അവർ പ്രത്യേക തരം ഒരു തൊപ്പിയൊക്കെ ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ധരിച്ച സാധനത്തിന്റെ പേരിൽ അവർ കിട്ടിയ പേരാണ് റൗണ്ട് ഹെഡ്സ്. ഈ പാർലമെന്റേറിയൻസിന്റെ അതല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സിന്റെ നേതാവായിട്ടുള്ള ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്യുന്നു, ഒരു ആർമി ഉണ്ടാക്കണം. ഈ പാർലമെന്റിന്റെ സഹായത്തോടു കൂടി, അവരുടെ സാധാരണ ജനങ്ങളുടെ സഹായത്തോടു കൂടി അദ്ദേഹം ന്യൂ മോഡൽ ആർമി എന്നൊരു ആർമി ഉണ്ടാക്കുന്നു. അദ്ദേഹം രാജാവിനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. സിവിൽ വാർ അങ്ങനെ സ്റ്റാർട്ട് ആകുന്നു. 1642 സ്റ്റാർട്ട് ആകുന്നു. ഏകദേശം 7 വർഷത്തോളം നീണ്ടു നിൽക്കുന്നു. 1649 നമ്മൾ ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ ഒരു സംഭവം അവിടെ അവസാനിക്കുകയാണ്. അതായത് ഫസ്റ്റ് സിവിൽ വാർ 1642 നടന്ന സിവിൽ വാർ അവസാനിക്കുകയാണ്. അത് ഡേറ്റ് എന്ന് പറയുന്നത് 1640 30 ജനുവരിയിലാണ് ചാൾസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കുന്നു. ആ റിപ്പബ്ലിക്കിന്റെ ഹെഡായിട്ട് ഒലിവർ ക്രോംവെലിനെ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ സ്ഥാനോപിതനാക്കുന്നു. അപ്പൊ പോയിന്റ് മനസ്സിലാക്കുക, ചാൾസ് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് വ്യക്തിയാണ്, ഒലിവർ ക്രോംവെൽ ഇമ്പോർട്ടന്റ് വ്യക്തിയാണ്. ടെറനിയൽ ആക്ട് 1640 ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. റൗണ്ട് ഹെഡ്സ്, കാവലിയേഴ്സ് അതല്ലെങ്കിൽ റോയലിസ്റ്റ്, പാർലമെന്റേറിയൻസ്. ന്യൂ മോഡൽ ആർമി ഉണ്ടാക്കിയത് ആരാണ്? അത് ഒലിവർ ക്രോംവെൽ ആണ്. ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ഉണ്ടാക്കി എന്ന് പറയുന്നു. അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ അതല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇംഗ്ലണ്ടിന്റെ കോമൺവെൽത്തിൽ അധികാരം വീടുന്നു. ഈ കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട് ഇതെല്ലാം കൂടി ഇംഗ്ലീഷ് എന്തായാലും ചേർന്നിട്ടാണ് കോമൺവെൽത്ത് ഉണ്ടാകുന്നത്. 17ാം നൂറ്റാണ്ട് ഒലിവർ ക്രോംവെൽ അതിന്റെ ഹെഡ് ആയിട്ട് മാറുന്നു. കോമൺവെൽത്ത് എന്ത് ചെയ്യുന്നു, ഏകദേശം 1649 മുതൽ 1660 വരെ ഭരിക്കുന്നു. ഇംഗ്ലണ്ടും വെയിൽസും ലേറ്റർ അയർലൻഡും സ്കോട്ട്ലൻഡും ഒക്കെ ഈ ഒരു കോമൺവെൽത്തിന്റെ ഭാഗമായിരുന്നു. ഈ റിപ്പബ്ലിക്കിനെ എക്സിസ്റ്റ് ചെയ്തത് ആൻ ആക്ട് ഡിക്ലെയറിംഗ് ഇംഗ്ലണ്ട് ടു ബി എ കോമൺവെൽത്ത് അഡോപ്റ്റഡ് ബൈ ദ റം പാർലമെന്റ് ഓൺ മെയ് 1641. നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് ആയിട്ട് ഇംഗ്ലീഷ് സിവിലൈസേഷൻ, ഇംഗ്ലീഷ് പാർലമെന്റ് മാറിയെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ട് യുണൈറ്റഡ് കിങ്ഡം കോമൺവെൽത്ത് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ അതല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നു. അതിന് താഴെ ഉണ്ടായിരുന്ന ആ പാർലമെന്റിന്റെ പേരാണ് റം പാർലമെന്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം, റം പാർലമെന്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് റെവല്യൂഷൻ? അതാണ്. നിങ്ങൾ ആരെങ്കിലും ചാറ്റിൽ പറയുന്നുണ്ട് എന്തെങ്കിലും? ഇല്ല സർ. എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്, അതുകൊണ്ട് ചോദിച്ചാണ്. സോറി. റം പാർലമെന്റ് ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഒരു കോമൺവെൽത്തിന്റെ പാർലമെന്റിനെയാണ് റം പാർലമെന്റ് എന്ന് പറയുന്നത്. 1649 സ്റ്റാർട്ട് ആയിരുന്നു. 1660 അത് ഡിസോൾവ് ചെയ്യുന്നു. After the dissolution of Rum Parliament, the Army Council adopted the instrument of government which made Oliver Cromwell the Lord Protector of United Commonwealth of England, Scotland, Ireland. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുകയാണ്. 1660 സ്മൂത്തായി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം സ്ഥാപിക്കുന്നത്, ഇപ്പോ ഈ ഒരു മൊണാർക്ക് ഉണ്ടായിരുന്നു, ചാൾസ് ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അവരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒലിവർ ക്രോംവെൽ വരുന്നു അല്ലെ. ഈ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നതും ഈ ചാൾസിനെ പോലെ തന്നെ ഒരു ഏകാധിപതി ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ടുള്ള റൂളാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ജനങ്ങൾ മൊത്തം അടുക്കാൻ തുടങ്ങി. ഒരു ഏകാധിപതിനെ സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടാണ് മറ്റൊരു ക്രോംവെല്ലിനെ, റിപ്പബ്ലിക്കിനെ സ്ഥാപിക്കുന്നത്. പക്ഷെ റിപ്പബ്ലിക്കിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒലിവർ ക്രോംവെല്ലും വളരെ മോശമായ രീതിയിലാണ് ആളുകളോട് പെരുമാറുന്നതും, വളരെ അഡമന്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പെരുമാറ്റവും റിസ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ രാജാധികാരം തന്നെയാണ് ഈ റിപ്പബ്ലിക്കിനെക്കാട്ടി ബെറ്റർ എന്ന റീസ്റ്റോറേഷൻ നടത്തുകയാണ്. ഈ റീസ്റ്റോറേഷൻ നടക്കുന്നത് ചാൾസ് ഫസ്റ്റിന്റെ മകനായിട്ടുള്ള ചാൾസ് സെക്കൻഡിനെ അവർ ഇംഗ്ലണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ ഇംഗ്ലണ്ടിന്റെ അധികാരം നൽകുകയാണ്. ഇംഗ്ലണ്ട് എന്ന കോമൺവെൽത്തിന്റെ എല്ലാ രാജ്യങ്ങളും കൂടി, സ്കോട്ട്ലൻഡും അയർലൻഡും വെയിൽസും കൂടി ചേർന്ന ആ കോമൺവെൽത്തിന്റെ അധികാരം ചാൾസ് സെക്കൻഡിന് നൽകുന്ന ആ ഒരു സംഭവത്തെയാണ് പറയുന്നത്, ഇൻസിഡന്റിനെ പറയുന്ന പേരാണ് ദ റീസ്റ്റോറേഷൻ. അതിന് ഡേറ്റ് കൃത്യമായി ഓർത്തു വെക്കുക, 1660. പോയിന്റ് കൃത്യമായി നോട്ടെന്ന് വിശ്വസിക്കുന്നു.
Result of this was both those favored monarchy and those who favored parliament as a supreme authority had to carry their fight into the parliament. Okay, ഇങ്ങനെ റീസ്റ്റോറേഷൻ നടത്തിയോട് കൂടെ എന്ത് ചെയ്യുന്നു, പാർലമെന്റ് സ്ഥാപിക്കുന്നു. അതായത് പഴയ പോലെ തന്നെ ചാൾസ് ഫസ്റ്റിന്റെ സമയത്തിന് പകരമായിട്ട് ചാൾസ് സെക്കൻഡ് വരുന്ന അദ്ദേഹത്തിന്റെ മകൻ പാർലമെന്റ് ഉണ്ടാകും. ഓക്കെ, ഈ രാജാധികാരം കൈക്കൊണ്ടിരുന്ന ആളുകൾ അതല്ലെങ്കിൽ ദ കോർട്ട് അതല്ലെങ്കിൽ റോയലിസ്റ്റിന്റെ പേരിന്റെ മറ്റൊരു പേരാണ് ടോറീസ്. പാർലമെന്റിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ പേരാണ് വിഗ്സ്. ഓക്കെ, ഫസ്റ്റ് 1642 നമ്മൾ പറഞ്ഞു അത് റോയലിസ്റ്റ് ആണ്, പാർലമെന്റേറിയൻസ് എന്ന് പറഞ്ഞു. അവരുടെ മറ്റൊരു പേരെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കാവലിയേഴ്സ് അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നു. 1660 ആയപ്പോഴത്തേനും അതിന്റെ മറ്റൊരു പേര് രീതിയിൽ വകഭേദം വരുന്നു. അവരെ കോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ടോറീസ് എന്നും പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വിഗ്സും എന്ന് പറയുന്നു. ഓക്കെ, ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയാണ് നമ്മുടെ അടുത്ത റെവല്യൂഷൻ വരുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ. പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്തോളൂ. ഗ്ലോറിയസ് റെവല്യൂഷൻ റെഫർ ടു വേറെ പാർട്ടികളാണോ? അതായത് കോർട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളെയാണ് ടോറീസ് എന്ന് പറയുന്നത്. പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകളെയാണ് വിഗ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷൻ വരുവാണ്. ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ, 1688. ഇപ്പൊ ഫസ്റ്റ് ഇംഗ്ലീഷ് സിവിൽ വാറിന്റെ ഡേറ്റ് എന്നായിരുന്നു? ആരെങ്കിലും പറഞ്ഞേ? 1642. ഓക്കെ, നമ്മൾ കമന്റിൽ ചെയ്താലും മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്സ്, അത് മറക്കാതിരിക്കുക. ഇതിൽ നിന്ന് വളരെ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന്. അപ്പോൾ ഇതിൽ വർഷങ്ങൾ ഓർത്തു വെക്കുക, ആളുകളുടെ പേര് ഓർത്തു വെക്കുക, ഇൻസിഡൻസ് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? അതിന് മറ്റൊരു പേരാണ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ. ഓക്കെ, രക്തരഹിത വിപ്ലവം. ഓക്കെ, അപ്പൊ വെൻ ജെയിംസ് സെക്കൻഡ് വാസ് ഓവർത്രോൺ ആൻഡ് റീപ്ലേസ്ഡ് ബൈ മേരി സെക്കൻഡ് ആൻഡ് ഹെർ ഡച്ച് ഹസ്ബൻഡ് വില്യം തേർഡ്, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് വില്യം ഓഫ് ഓറഞ്ച്. ഈ ഒരു സംഭവത്തെയാണ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കാത്തലിക് ബ്രദർ ആയിട്ടുള്ള ജെയിംസ് സെക്കൻഡിനുമായിട്ട് സക്സീഡ് ചെയ്യുന്നു. ചാൾസ് സെക്കൻഡിന് ശേഷം അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ജെയിംസ് സെക്കൻഡ് ചെയ്യുന്നു ഇംഗ്ലീഷ് ട്രോണിലേക്ക് സക്സീഡ് ആവുന്നത് 1685. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം ജനങ്ങളും പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രിസ്ബിറ്റേറിയൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരു കത്തോലിക്കൻ ആയിട്ടുള്ള ബ്രദർ വരുന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ജെയിംസ് ഓപ്പൺ കത്തോലിസിസം റൈസ്ഡ് കൺസേൺ അമംഗ് ദ പ്രിഡോമിനന്റ്ലി പ്രൊട്ടസ്റ്റന്റ് പോപ്പുലേഷൻ. ഈ ജെയിംസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു, വളരെ ഓപ്പൺ ആയിട്ട്, മറ്റുള്ള രാജാക്കന്മാര് വളരെ സീക്രട്ട് ആണെങ്കിൽ കത്തോലിസിസം മുന്നോട്ട് വഹിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ജെയിംസ് സെക്കൻഡ് ഓപ്പൺ ആയിട്ട് കത്തോലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു. കത്തോലിക്കലായിട്ടുള്ള ആളുകളെ മാത്രം അദ്ദേഹം എന്ത് ചെയ്യുന്നു, കീ പൊസിഷൻ ആയിട്ടുള്ള മിലിറ്ററിയിലും ഗവൺമെന്റിലും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സ് ഒക്കെ ആയിട്ട് അവര് സ്ഥാനം നൽകുകയാണ്. അപ്പൊ ഇതൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ പറയാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ജെയിംസ് സെക്കൻഡിന് എന്ത് ചെയ്യുന്നു, ഒരു മകൻ ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു സക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ സക്സസ് ഇല്ലാത്ത കാരണം തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മേരി സെക്കൻഡിനായിരിക്കും അധികാരം പോവുക. മേരി സെക്കൻഡ് ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നു, സമാധാനിച്ചു. ഓക്കെ, ഈ ജെയിംസ് പണ്ടരക്കാലൻ അയാളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അധികാരം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട മേരിക്ക് പോകുമല്ലോ, മേരി സെക്കൻഡിന് പോകുമല്ലോ. അത് അവരെന്ത് ചെയ്യുന്നു, ഈ ജെയിംസിന്റെ സെക്കൻഡിന്റെ ഈ റൂളായിട്ടുള്ള റൂളും കത്തോലിക്സ് ആയിട്ടുള്ള ഈ ഒരു റൂളൊക്കെ ഡോമിനൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവര് താൽക്കാലികം സഹിക്കുകയാണ്. പക്ഷെ 1688 എന്ത് ചെയ്യുന്നു, ജെയിംസ് സെക്കൻഡിന് ഒരു മകൻ പിറക്കുന്നു. ഈ മകൻ പിറന്നതാകട്ടെ ഒരു കത്തോലിക് വൈഫിലാണ്. അപ്പൊ ഇതോടുകൂടി ആളുകൾ ആകെ ആങ്സൈറ്റി ആവുന്നു, അവർക്ക് ആകെ പ്രശ്നമാവുന്നു. ഒരു കത്തോലിക് സക്സസീവ് ആയിട്ടുള്ള റൂൾ ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമെന്നും അവർ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ജെയിംസ് സെക്കൻഡിന്റെ പ്രൊട്ടസ്റ്റന്റ് നോബൽസും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ കൂടി എന്ത് ചെയ്യുന്നു, വില്യം ഓഫ് ഓറഞ്ച് പറഞ്ഞാൽ ഈ ജെയിംസിന്റെ മകളെ മേരി എന്ന് പറഞ്ഞില്ല, ഈ മേരിയെ വിവാഹം കഴിച്ച ഡച്ച് പ്രിൻസസ് ആണ് വില്യം ഓഫ് ഓറഞ്ച്. ഓക്കെ, അദ്ദേഹത്തിന് മറ്റൊരു പേര് വില്യം തേർഡ് അല്ലെങ്കിൽ വില്യം ഓഫ് ഓറഞ്ച്. ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെയും മേരിയെയും അവരെന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരാം, ദയവേത് നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റന്റ് രക്ഷിക്കണം, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തെ രക്ഷിക്കണം, നിങ്ങൾ ഇവിടുത്തെ രാജാധികാരം ഏറ്റെടുക്കണം എന്ന് പറയാണ്. അങ്ങനെ വില്യം ഓഫ് ഓറഞ്ചും പ്രിൻസസ് ആയിട്ടുള്ള മേരിയും ഇംഗ്ലണ്ടിലേക്ക് വരുന്നു 1688. അവരെന്ത് ചെയ്യുന്നു, അതോടുകൂടി ഗ്ലോറിയസ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയാൻ കാരണം ഈ രാജാവിന്റെ ഭാഗത്ത് ആരും നിന്നില്ല. ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗം ജനവിഭാഗങ്ങളും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് പ്രശ്നം വന്നാൽ എന്തായാലും അവരെ കൂടെ തന്നെ നിൽക്കുള്ളൂ. രാജാവായിട്ടുള്ള കത്തോലിസത്തിന്റെ കൂടെ ആരും നിന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലേക്ക് ഫ്ലീ ചെയ്യുകയാണ്. അത് നാട് കടത്തപ്പെടുന്നു, അല്ലെങ്കിൽ നാട് അദ്ദേഹം ഒളിച്ചു കടക്കുകയാണ്. അങ്ങനെ വില്യം ഓഫ് ഓറഞ്ചും അതല്ലെങ്കിൽ മേരി സെക്കൻഡും കൂടി വന്നിട്ട് ഇതിന്റെ ഇംഗ്ലണ്ടിന്റെ മൊണാർക്കി ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഒരാൾ പോലും ഈ ഒരു ട്രാൻസിഷൻ ഓഫ് പവറിൽ കൊല്ലപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ വില്യം ഓറഞ്ചിനും അതല്ലെങ്കിൽ മേരിക്കും വെറുതെ അങ്ങ് അധികാരം കൊടുത്തല്ല, അവർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നേ ഈ പാർലമെന്റ് മുന്നോട്ട് കുറച്ച് ക്ലോസസ് വെക്കുകയാണ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ് മുന്നോട്ട് വെക്കുകയാണ്. ഇത് പ്രകാരം ഈ മൊണാർക്കിയുടെ പവർ എന്ത് ചെയ്യുന്നു, അവർ ഒരുപാട് വെട്ടിച്ചുരുക്കുന്നു. പാർലമെന്റിന് കൂടുതൽ പവർ നൽകണമെന്ന് പറയുന്നു. പാർലമെന്റിന്റെ മൊണാർക്കിയുടെ അബ്യൂസസ് ഒന്നും അവർ ഇനി മുതൽ എടുക്കില്ല എന്ന് പറയുന്നു. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, പാർലമെന്ററി സുപ്രീമസിക്കാണ് അധികാരം നൽകുന്നത്. പാർലമെന്റ് ആണ് മൊണാർക്കിനെക്കാട്ടി സുപ്പീരിയർ എന്ന് ഇന്ന് കാണുന്ന ഇംഗ്ലണ്ടിന്റെ രീതിയിലേക്ക് മാറുകയാണ്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ഇംഗ്ലീഷ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. 1688 ഓക്കെ. പിന്നെ ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡിംഗ് ആർമി ഒരു പീസ്ഫുൾ ടൈമിൽ വേണ്ട എന്ന് പാർലമെന്റ് മുന്നോട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ഗ്രാൻഡഡ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്തൗട്ട് ദ ഫിയർ ഓഫ് പ്രോസിക്യൂഷൻ. ഓക്കെ, നമ്മൾ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർക്ക് എന്ത് കാര്യങ്ങളും പറയാം. പിന്നെ അവർ ബിൽ ഓഫ് റൈറ്റ്സ്, ഈ ബിൽ ഓഫ് റൈറ്റ്സും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സും ഒന്ന് തന്നെയാണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, ക്രൂവൽ ആയിട്ടുള്ള എല്ലാ പണിഷ്മെന്റിനെയും ഒഴിവാക്കുന്നു. ബിൽ ഓഫ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റന്റ് സബ്ജക്റ്റിന് അവർക്ക് അവരുടെ സ്വന്തം കയ്യിൽ ആർമ് അതല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം കൊണ്ടു നടക്കാം. കാരണം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവിടെ നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി ആർമ് കൊണ്ടു നടക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം കൊണ്ടു നടക്കാം എന്ന് മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ ഒരു കത്തോലിക്കൻ മൊണാർക്കും ഫ്യൂച്ചറിൽ ഉണ്ടാകില്ല എന്നൊരു സംഭവം കൂടി ഈ ബിൽ ഓഫ് റൈറ്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് റൈറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് വില്യം ആൻഡ് മേരി എന്ത് ചെയ്യുന്നു, 1689 എഗ്രി ചെയ്യുന്നു. അങ്ങനെ ഇംഗ്ലീഷ് റവല്യൂഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ പറഞ്ഞ പോയിന്റുകളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതാണ്, ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് മെൻഷൻ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കുറവായിരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അതിന് മുന്നത്തെ വർഷം 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത് ഞാൻ PPT-യുടെ ആദ്യ ഭാഗങ്ങൾ കാണിച്ചതാണ് അല്ലെ. ലേറ്റ് ആയി വന്ന ആളുകൾ ഈ PPT ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം, ജസ്റ്റ് നോക്കിയാൽ മതി. ഇംഗ്ലീഷ് റവല്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത റവല്യൂഷൻ ആയിട്ടുള്ള അമേരിക്കൻ റവല്യൂഷനിലേക്ക് പോവുകയാണ്. ടൈം പീരീഡ് കൃത്യമായി ശ്രദ്ധിക്കുക. 1775 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1783 അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവസാനിക്കുന്നത്. ഓക്കെ, ഈ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മളൊരു ആകത്തുകയിൽ ഒരു ഇന്ത്യൻ നട്ഷലിൽ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഒരുപാട് കോളനീസ് ഉണ്ടായിരുന്നു അല്ലെ. അവരുടെ കോളനികളിൽ നിന്നും അമേരിക്കയുടെ 13 കോളനികൾ എന്ത് ചെയ്യുന്നു, ഗ്രേറ്റ് ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു സംഭവത്തെ പറയുന്നതാണ് അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇതിന്റെ ടൈം പീരീഡ് 1775 മുതൽ 1783 വരെയാണ്. ഓക്കെ, the war was an outcome of the repressive and tyrannous policies like mercantilism, excessive taxation. എല്ലായിടത്തും നടക്കുന്ന സംഭവം തന്നെ, എക്സസീവ് ആയിട്ടുള്ള ടാക്സേഷൻ, അതായത് നമ്മൾ റൂഡായിട്ടുള്ള അവരുടെ ഈ തദ്ദേശീയരായിട്ടുള്ള പെരുമാറ്റം, അങ്ങനത്തെ കാര്യങ്ങളും കൂടിയാണ് മൊത്തത്തിൽ ആകത്തുകയോടുകൂടി അമേരിക്കൻ റവല്യൂഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, നോർത്ത് അമേരിക്കയിലുള്ള കോളനികളുടെ എണ്ണം ഓർത്തു വെക്കുക. 13ഓളം കോളനികളാണ് ബ്രിട്ടന്റെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. ഓക്കെ, ആ പോയിന്റ് ഓർത്ത് വെച്ചോളൂ, ചിലപ്പോൾ മൈന്യൂട്ടായി ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഈ സെവൻ ഇയേഴ്സ് വാർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ മൈസൂർ വാർ പറഞ്ഞപ്പോഴും മറാത്ത വാർ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത് ഒരു 7 ഇയേഴ്സ് വാർ മെൻഷൻ ചെയ്തിരുന്നു. ടൈം പീരീഡ് 1756 മുതൽ 1763 അത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധമാണ്. ഓക്കെ, 100 ഇയേഴ്സ് ഓഫ് വാർ, 7 ഇയേഴ്സ് ഓഫ് വാർ, ഇതൊക്കെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധമാണ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ? ഞാൻ കുറച്ചു നേരം ക്യാമറ ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്. സെവൻ ഇയേഴ്സ് വാർ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. ഓർത്തു വെക്കുക, മേ ബി ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വാറിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അവരുടെ കയ്യിൽ ഫിനാൻഷ്യൽ ആയിട്ട് അവർ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വരുന്നു. ഒരു സംഭവത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിന്റെ എല്ലാ കോളനികളിലും ടാക്സ് ഹെവി ആക്കുന്നു, ടാക്സ് കൂട്ടുന്നു, ഇമ്പോസ് ടാക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ റൂളർ എന്ന് പറയുന്നത് ജോർജ് III ആണ്. ഓർത്തു വെക്കുക, ജോർജ് III ആയിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിന്റെ റൂളർ. ഓക്കെ,
പാർലമെന്റ് എന്ത് ചെയ്യുന്നു? ഈ സാങ്ഷൻ ചെയ്യുന്നു. എന്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? എല്ലാ കോളനികളിലൊക്കെ ടാക്സ് കൂട്ടാം, ഇംഗ്ലണ്ടിന്റെ ഒരു ആയുധങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലോ, ഇംഗ്ലണ്ടിന് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവര് ആക്ടുകൾ പാസ്സാക്കുകയാണ്. ആരൊക്കെ പേരിൽ? സോറി, കോളനികളുടെ പേരിൽ, അമേരിക്കൻ കോളനികളുടെ പേരിൽ ആക്ട് പാസ്സാക്കുകയാണ്. ഒന്നാമത്തെ ആക്ട് ആണ് ഷുഗർ ആക്ട്. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി പറയുന്ന എല്ലാ ആക്ടുകളും കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഷുഗർ ആക്ട് അത് 1764 ഇത് പ്രകാരം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ് ഈ അമേരിക്കൻ കോളനികളിലെ ഷുഗറിന്റെ പേരിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നു. 1765 സ്റ്റാമ്പ് ഡ്യൂട്ടി വെക്കുന്നു. ഓക്കെ, പോയിന്റ് കൊടുത്ത് വെച്ചോളൂ. 1765 സ്റ്റാമ്പ് ഡ്യൂട്ടി. ഞാൻ ഒരു ക്രോണോളജിക്കൽ ഓർഡർ തന്നെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. 64 ഷുഗർ, 1765 എന്ത് ചെയ്യുന്നു? സ്റ്റാമ്പ് ഡ്യൂട്ടി വെക്കുന്നു. ഈ സ്റ്റാമ്പ് പ്രകാരം എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിന്റെ പേരിലും സ്റ്റാമ്പ് വെക്കണം. ഈ സ്റ്റാമ്പിന് അവർ പ്രത്യേക ഡ്യൂട്ടി നൽകുകയും വേണം. 1767, 66 67 ടൗൺഷെന്റ് ആക്ട് വരുന്നു. ഇത് പ്രകാരം ഗ്ലാസ്, ലെഡ്, പെയിന്റ്, പേപ്പർ ആൻഡ് ടീ ഇങ്ങനത്തെ അവശ്യ സാധനങ്ങളുടെ പേരിലൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഡ്യൂട്ടി തുകർത്തുന്നു. പിന്നത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാക്സ് എന്ന് പറയുന്നത് ടീ ആക്ട്. അത് 1773. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? അമേരിക്കൻ കോളനികളിലെ എല്ലാ ടീയുടെ ചായ കുടിക്കുന്നതിന് വരെ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഓക്കെ, ഇന്നുണ്ട്. നമ്മൾ ഇൻഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്, അന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ ഈ അമേരിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് കോഫി ഭ്രാന്തന്മാരാ. കോഫി, ചായ, ഈ രണ്ട് കാര്യം അമേരിക്കൻ ഡെയിലി ലൈഫിലെ ഏറ്റവും ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ്. ഈ ടീയില് ആക്ട് കൂടി, ടീയില് ഡ്യൂട്ടി കൂടി ചുമത്തിയപ്പോൾ അമേരിക്കക്കാർ കലിപ്പായി കബൂസീനായി നമ്മൾ പറയില്ലേ, അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുന്നു. അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മളിവിടെ സാൾട്ട് ഡ്യൂട്ടി വെച്ചില്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ, അതുപോലെ തന്നെ അമേരിക്കയിൽ ടീ ആക്ടിന് പ്രകാരം അവർ ടീയുടെ പേരിൽ നികുതി ചുമത്തുന്നു. അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും പ്രശ്നത്തിലാകുന്നു. അങ്ങനെ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോളൂ. 1773 2022 ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്തെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഷിപ്പില് 342ഓളം പെട്ടികളിലുള്ള ടീകൾ എന്ത് ചെയ്യുന്നു? അമേരിക്കക്കാരെന്ത് ചെയ്യുന്നു? കപ്പലിൽ നിന്നും നേറ്റീവ് അമേരിക്കന്റെ മൊഹവാക്ക് ഇന്ത്യൻസിന്റെ ഒരു രൂപത്തിൽ അവരെന്ത് ചെയ്യുന്നു? ഇവിടേക്ക് കപ്പലിലേക്ക് കടന്നു കയറുന്നു. 342ഓളം പെട്ടികൾ അവരെന്ത് ചെയ്യുന്നു? കടലിലേക്ക് വലിച്ച് എറിയുകയാണ്. ഓക്കെ, ബോസ്റ്റൺ ഹാർബറിൽ വെച്ചിട്ട്. ആ ഒരു സംഭവത്തെ പറയുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 അതിന്റെ ഇൻസിഡന്റ് വർഷം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? വാർ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷുകൾ ഉണ്ടാകുന്നു, യുദ്ധം നടക്കുന്നു. ബ്രിട്ടന്റെ ആർമി വരുന്നു. ഇവിടെ ഈ 13 കോളനികളെ നേതാക്കന്മാരെല്ലാം കൂടി വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ഒരു കോൺഗ്രസ് നടത്താണ്. ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 13ഓളം വരുന്ന, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കോളനീസ് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് അവരൊരു സംഭവം ഉണ്ടാകുന്നു, ഒരു കോൺഫറൻസ് നടത്തുന്നു. ഈ കോൺഫറൻസ് പ്രകാരം അമേരിക്കൻ കോളനീസ് എന്ത് ചെയ്യുന്നു? 2 തവണയാണ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നത്. അവർ ബ്രിട്ടീഷ് കിങ്ങിനോട് എന്ത് പറയുന്നു? ഈ റെസ്ട്രിക്ഷൻസ്, ഇവരുടെ പേരിലെ ഷുഗർ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ തന്നെ ടീ ഡ്യൂട്ടി, ഇതെല്ലാം എടുത്ത് ഒഴിവാക്കാൻ അവരെന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് മൊണാർക്കിനോട് പറയുന്നു. ആരായിരുന്നു അന്നത്തെ മൊണാർക്ക്? ജോർജ് III ആയിരുന്നു അന്നത്തെ മൊണാർക്ക്. അദ്ദേഹത്തോട് എടുത്തു മാറ്റാൻ പറയുന്നു. ഈ ഒരു പെറ്റീഷൻ നൽകിയ സംഭവത്തെയാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഒരു ഒലീവ് ബ്രാഞ്ച് രീതിയിൽ അവരെന്ത് ചെയ്യുന്നു? കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നു. ഓക്കെ അല്ലെ. ജോർജ് III ഈ ഒരു സംഭവം മുന്നോട്ട് വെക്കുന്നു. ജോർജ് ചെയ്ത് അത് എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? അമേരിക്കൻ കോളനീസ് എല്ലാം കൂടി പ്രഖ്യാപിക്കുകയാണ് നോ ഡ്യൂട്ടി വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഞങ്ങൾ അമേരിക്കക്കാർക്ക് ഒരു റെപ്രസെന്റേഷൻ ഇല്ലാതെ ഞങ്ങൾ എന്തിനും ഡ്യൂട്ടി തരണം എന്നൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നു. ആ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ഞങ്ങൾ 13 അമേരിക്കൻ കോളനികൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ബ്രിട്ടൻ എന്ന ഈ ഒരു ഐലൻഡിൽ നിന്ന് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടുകയാണ്. അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അവർ നടത്തുന്നു. ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമേരിക്കൻ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഭവമാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു പാംപ്ലെറ്റ്, ഒരു സാധാ നോട്ടീസ് എന്ന് വിശ്വസിക്കാം. ഈ കോമൺ സെൻസിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ബ്രിട്ടനെ പോലെ ഏറ്റവും ടൈനി ആയിട്ടുള്ള ഒരു ഐലൻഡ്, ഓക്കെ, അമേരിക്കയുടെ 1/4 ഭാഗം പോലും വരാത്തൊരു ടൈനി ഐലൻഡ് അമേരിക്ക പോലത്തെ ഇത്രയും വലിയ ഒരു സാമ്രാജ്യത്തെ അടക്കി ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോരാൻ നമുക്ക് എല്ലാവിധ അധികാരമുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന് ഇന്നേലബിൾ ആയിട്ടുള്ള കുറച്ച് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ഏത് രാജാവാണെങ്കിലും നമുക്ക് നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കൗണ്ടർ ചെയ്ത് പുറത്ത് വരാം എന്നൊരു സംഭവം ഒരു പാംപ്ലെറ്റ് രൂപത്തിൽ വരുന്നു. അതിനെ കോമൺ സെൻസ് എന്നാണ്. കോമൺ സെൻസ് പാംപ്ലെറ്റ്, ഈ പാംപ്ലെറ്റിന്റെ പേരാണ്, നോട്ടീസിന്റെ പേരാണ് കോമൺ സെൻസ്. ഓക്കെ, അതോടുകൂടി എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് മനസ്സിലാവുന്നു, കാര്യങ്ങൾക്ക് ഇതാവുന്നു, ബെറ്റർ ആവുന്നു. അവരെന്ത് ചെയ്യുന്നു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ബ്രിട്ടീഷ് കോളനികളിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അമേരിക്ക ഇൻഡിപെൻഡൻസ് ആവുന്നു അവർ പ്രഖ്യാപിക്കുന്നു.
അങ്ങനെ അൾട്ടിമേറ്റ്ലി 1776 എന്ത് ചെയ്യുന്നു, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അഡോപ്റ്റഡ് ബൈ ദ കോണ്ടിനെന്റൽ കോൺഗ്രസ്. കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 13 കോളനികളും ചേർന്നിട്ടുണ്ടായിരുന്ന കോൺഗ്രസ്. ഫിലാഡൽഫിയയിൽ 2 വട്ടം മീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ല, ആ ഒരു കോൺഗ്രസ്. ഓക്കെ, ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഫ്രീഡത്തെ കുറിച്ച് അവർ കൃത്യമായിട്ടുള്ള എംഫസിസ് നൽകുന്നു. ഈ ഹ്യൂമൻ ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഅലൈനബിൾ ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഇൻഅലൈനബിൾ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട് മനുഷ്യന്. എന്തൊക്കെ റൈറ്റ് ആണ്? ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ 3 റൈറ്റ്സും ഇൻഅലൈനബിൾ ആണ്. അതായത് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത മനുഷ്യന്റെ ജനിക്കുന്നോട് കൂടി കിട്ടുന്ന ഒരു റൈറ്റ്സ് ആണ് ഈ 3. ഓക്കെ, അപ്പൊ ഈ കൃത്യമായിട്ട് ഈ പോയിന്റ് ഓർത്തിച്ചോളൂ. നമ്മൾ ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി, അത് ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. അത് എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, ഈ 3 പോയിന്റും ഓർത്ത് വെക്കുക. ദ വാർ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1775 എൻഡ് ചെയ്യുന്നതെന്നാണ് 1783-ലാണ്. 83-ലാണ് കൃത്യമായി പറയുകയാണെങ്കിൽ. 81-ൽ എന്ത് ചെയ്യുന്നു, ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ട്രൂപ്സ് അണ്ടർ ദ കമാൻഡർഷിപ്പ് ആരാണ്? ജനറൽ കോൺവാലിസ്. നമ്മൾ ജനറൽ കോൺവാലിസിനെ കുറെ വട്ടം പഠിച്ചിട്ടില്ല, ഇന്ത്യയിലുള്ള. ഇത് മറ്റൊരു കോൺവാലിസ് ആണ്. ഓക്കെ, അപ്പൊ ജനറൽ കോൺവാലിസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ട്രൂപ്പ് എന്ത് ചെയ്യുന്നു, അവിടെ പരാജയപ്പെടുന്നു. വാഷിംഗ്ടൺ, യോർക്ക് ടൗണിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അതാണ് അവസാനത്തെ യുദ്ധം. ഓക്കെ, ചീഫ് വാഷിംഗ്ടണായിട്ട് യോർക്ക് ടൗണിൽ വെച്ചൊരു യുദ്ധം നടക്കുന്നു. അപ്പൊ യോർക്ക് ടൗൺ യുദ്ധം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അങ്ങനെ ട്രീറ്റി ഓഫ് പാരീസോട് കൂടി 1781 എന്ത് ചെയ്യുന്നു, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവസാനിക്കുകയാണ്. അമേരിക്ക ഫ്രീ ആകുന്നു. അമേരിക്കയുടെ 13 കോളനികളും ഫ്രീ ആകുന്നു. ഓക്കെ, അപ്പൊ ഇതോടുകൂടി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ പേരുണ്ട്, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ജോൺ ലോക്കെ. അദ്ദേഹത്തിന്റെ എൻലൈറ്റൻമെന്റ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, മാൻ ഈസ് റാഷണൽ ഇനഫ് ടു തിങ്ക് അബൌട്ട് ദ ലാർജർ ഗുഡ്. മനുഷ്യന് കൂടുതൽ വലിയ സാധനങ്ങൾക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാം, യുദ്ധങ്ങളിൽ ഏർപ്പെടാം, ആളുകൾ കൊല്ല ചെയ്യപ്പെടാം, അങ്ങനെ സംഭവം കൺസെപ്റ്റ്. അപ്പൊ ജോൺ ലോക്ക് എന്തുമായി ബന്ധപ്പെട്ട എൻലൈറ്റൻമെന്റ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ലോക്കയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നാച്ചുറൽ റൈറ്റ്സ്. ഓക്കെ, ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന നാച്ചുറൽ റൈറ്റ്സ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ജോൺ ലോക്കെ. കൃത്യമായി പഠിച്ചു വെച്ചോളൂ, മേ ബി ചോദ്യം ചോദിക്കാം. ഓക്കെ, ഈ നാച്ചുറൽ റൈറ്റ് ഹനിക്കാൻ, ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഇത് നാച്ചുറൽ റൈറ്റ് ആണ്, ഇൻഅലൈനബിൾ റൈറ്റ് ആണ്. ഈ റൈറ്റ്സിനെ ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും, അതായത് ഗവൺമെന്റ് ആണെങ്കിൽ കൂടി തന്നെ സിറ്റിസൺസിനെ ആ ഗവൺമെന്റിനെ പുറത്തിറക്കിയിട്ട് ആ അധികാരം പുനഃസ്ഥാപിക്കാനുള്ള അധികാരം ഉണ്ടെന്നാണ് അദ്ദേഹം നാച്ചുറൽ റൈറ്റ്സിലൂടെ പറയുന്നത്. നാച്ചുറൽ റൈറ്റ്സിന്റെ വക്താവ് ആരാണ്? ജോൺ ലോക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഐഡിയ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് തോമസ് ജെഫേഴ്സൺ. അപ്പൊ മറ്റൊരു പേര് വരുന്നു തോമസ് ജെഫേഴ്സൺ. അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം, നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, കൂടുതൽ സിംപ്ലിഫൈങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഭവത്തെ എഴുതിയ ആളാരാണ്? നമ്മൾ അംബേദ്കർ ആണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് അല്ലെ. അതുപോലെ തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അവരുടെ സംഭവം ഡ്രാഫ്റ്റ് ചെയ്തത്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അത് ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു സംഭവം ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. പോയിന്റ് കൊടുത്തോളൂ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തൊരു കോമൺ സെൻസ് എന്ന സംഭവം ഉണ്ട് അല്ലെ. ആ കോമൺ സെൻസ് പബ്ലിഷ് ചെയ്ത വ്യക്തി ആരാണ്? തോമസ് പെയിനെ. 1776. ഓക്കെ, ഫസ്റ്റ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. അപ്പൊ ഈ 3 പേര് പ്രത്യേകം ഓർത്തിച്ചോളൂ. തോമസ് പെയിൻ, അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന പാംപ്ലെറ്റുമായിട്ട്. തോമസ് ജെഫേഴ്സൺ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടത്. ജോൺ ലോക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നാച്ചുറൽ റൈറ്റ്സ് ഓഫ് മെൻ. ഓക്കെ, ഓർത്തിച്ചോളൂ. പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഹി ആൾസോ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്യുന്നു? 1751 ട്രീറ്റി ഓഫ് പാരീസിന് കാര്യങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. ഓക്കെ, ജസ്റ്റ് ഈ 3 മെയിൻ ആളുകളാണ് നിങ്ങൾ പ്രധാനപ്പെട്ടായി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതോടുകൂടി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ടോപ്പിക് കാരണമാണ് ഞാൻ അങ്ങനെ പോകുന്നത്. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ഓക്കെ, 1789. മേ ബി ഒരു ചോദ്യം ഇതിൽ നിന്ന് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് ഓർത്തുവെച്ചുള്ളൂ. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ട വ്യക്തികളും ഇമ്പോർട്ടന്റ് ആണ്. 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത്. വളരെ ബ്ലഡ്ലെസ് അല്ല, വളരെ എന്താ നമ്മൾ പറയാ, ഒരു പൂൾ ഓഫ് ബ്ലഡ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ മൊത്തത്തിൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. 1789 നടന്നതാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുന്നതോട് കൂടിയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ അവസാനിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ഫ്രഞ്ച് റെവല്യൂഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൊണാർക്കിയെ അവർ താഴെ ഇറക്കിയിട്ട്, ഒരു ഫ്യൂഡൽ സിസ്റ്റത്തെ ഒക്കെ താഴെ ഇറക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു?
ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ അവിടെ സ്ഥാപിക്കുകയാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നിങ്ങൾ എല്ലാവരും പഠിച്ച ടോപ്പിക്കാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ഒരു ആവശ്യമില്ല. എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിന്റെ നട്ഷലിൽ മൊത്തം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഓക്കെ, അമേരിക്കൻ റവല്യൂഷനിൽ എന്ത് ചെയ്യുന്നു, ഫ്രാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാൻസ് എന്തുകൊണ്ട് അമേരിക്കൻ റവല്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഫ്രാൻസിന്റെ എതിരാളികളായിട്ടുള്ള 7 years വാറും നമ്മൾ പറഞ്ഞു, 100 years വാറൊക്കെ പറഞ്ഞു. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പൊ ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസ് അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇംഗ്ലണ്ടിന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്നൊരു യുദ്ധമാണ്. അപ്പൊ ഫ്രാൻസ് എന്ത് ചെയ്യുന്നു, അതിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ആയുധങ്ങളും. ഇന്ന് നമ്മൾ ഗാസിൽ കാണുന്ന പോലെ അമേരിക്ക ഒരുപാട് സഹായിച്ചു അവിടെ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന സംഭവമാണ്, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫ്രാൻസ്. കോസ്റ്റ്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് ആയുധങ്ങൾ നൽകുന്നു, അവർക്ക് കൂടുതൽ മാൻ പവർ ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവത്തിൽ കൂടി എന്ത് ചെയ്യുന്നു, ഫ്രാൻസിന്റെ ഈ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, ലോസ് ആണ്. ഇതിന്റെ പുറമെ ആയിട്ട് ഫ്രാൻസിൽ അന്ന് ജീവിച്ചിരുന്ന അന്നത്തെ റൂളർ ആയിരുന്നു കിങ് ലൂയി 16. ഓക്കെ, ഈ പ്രധാനപ്പെട്ട ഓർത്തിച്ചു, ലൂയി 16 അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള മേരി ആന്റോണിയറ്റ് എന്ത് ചെയ്യുന്നു, അവർ വളരെ എക്സ്ട്രാവജന്റ് ആയിട്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്നു. ഓക്കെ, മേരി ആന്റോണിയറ്റ് ഒരു ദിവസം ഡ്രസ്സ് ഇട്ടാൽ പിറ്റേ ദിവസം ഇടൂല, അത്രയും രാജാക്കന്മാരില്ല, അവർക്ക് അത്രയും പൈസ ഉണ്ട്. അപ്പൊ അത്രത്തോളം ഇത് വരുന്ന മേരി ആന്റോണിയറ്റും ലൂയി 16 ഒരു എക്സ്ട്രാവജന്റ് ലക്ഷൂറിയസ് ലൈഫും അമേരിക്കൻ വാർ റവല്യൂഷനിൽ അവരുടെ ഇൻവോൾവ്മെന്റും എല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഫ്രാൻസിനെ ബാങ്ക്രപ്റ്റസിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ എത്തുന്നു. അങ്ങനെ 1786 എന്ത് ചെയ്യുന്നു, ഈ പൈസ കൂട്ടുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നു. നമ്മുടെ ഇംഗ്ലണ്ട് പറഞ്ഞ പോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ ലൂയി 16 എന്ത് ചെയ്യുന്നു, ഒരു പാർലമെന്റിനെ വിളിച്ചു ചേർക്കാണ്. ഓക്കെ, യൂണിവേഴ്സൽ ലാൻഡ് ടാക്സ് അത് മുന്നോട്ട് വെച്ച ആള് ചാൾസ് അലക്സാണ്ടർ ഡി കൊളോൻ, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം ഇതാണ്, പൈസ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, പൈസ കൂട്ടുന്നതിന് വേണ്ടി, ടാക്സ് കൂട്ടുന്നതിന് വേണ്ടി ലൂയി 16 എന്നു പാർലമെന്റിനെ വിളിച്ചു ചേർക്കുന്നു. അപ്പൊ ഈ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 എസ്റ്റേറ്റ് ജനറൽസ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. 3 ഘടകമാണ്, ഹൈറാർക്കിയാണ്. ഒന്നാമത്തെ ഹൈറാർക്കി വരുന്നത് എന്താണ്, നമ്മൾ ഇവിടെ കാണുന്ന പോലെ ക്ലർജി വരുന്നു, അതായത് പുരോഹിതന്മാർ വരുന്നു. രണ്ടാമത്തെ അരിസ്ട്രോക്രസി അതല്ലെങ്കിൽ നൊബിലിറ്റി വരുന്നു. മൂന്നാമത്തെ ക്ലാസ് മിഡിൽ ക്ലാസ് ആണ്, പിന്നെ പാവപ്പെട്ട ജനങ്ങൾ. 98% ഫ്രാൻസിലെ ജനങ്ങളും ഈ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകളാണ്. ഓക്കെ, ക്ലർജിയും അരിസ്ട്രോക്രസിയും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒരു 2% ആളുകൾ മാത്രം വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഐറണി എന്ന് പറയുന്നത്, ഈ ഇത്രയും വലിയ ഫ്രാൻസിന്റെ ഭൂരിഭാഗം ലാൻഡും കൈയടക്കി വെച്ചിരുന്നത് ക്ലർജിയും അരിസ്ട്രോക്രസിയും മാത്രമായിരുന്നു. 98% വരുന്ന മിഡിൽ ക്ലാസ്സിന് വളരെ കുറച്ച് ലാൻഡ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ പാർലമെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ 3 എസ്റ്റേറ്റ് ജനറൽസ് എന്നാണ് ഇവരെ മൂന്നാരെയും കൂടി പറയുന്ന പേര്, ക്ലർജി, അരിസ്ട്രോക്രസി, മിഡിൽ ക്ലാസ്, ഇവരെ വിളിച്ചു ചേർക്കുന്നു. അപ്പൊ ഈ ക്ലർജി ഒരു 300 പേരെ അയക്കുന്നു, അരിസ്ട്രോക്രസി 300 പേരെ അയക്കുന്നു. അങ്ങനെ മിഡിൽ ക്ലാസ്സിന് അതല്ലെങ്കിൽ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് ജനറലിനെ 600 മെമ്പേഴ്സിന് അങ്ങനെ അയക്കുന്നു. അങ്ങനെ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് വേണോ, അതായത് ടാക്സ് കൂട്ടണോ, അങ്ങനത്തെ ചർച്ചകൾ നടക്കണം. ഇപ്പൊ ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, ഈ തേർഡ് എസ്റ്റേറ്റ് ഒരു കാര്യം പറയാണ്, ഈക്വൽ റെപ്രസെന്റേഷൻ ഞങ്ങൾക്ക് വേണം. ഈ ഫ്രാൻസിലെ പാർലമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവര് അന്ന് നടന്നിരുന്ന പാർലമെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓരോ എസ്റ്റേറ്റ് ജനറലിലും ഒരു വോട്ട്, അതായത് ക്ലർജിക്ക് ഒരു വോട്ട്, അരിസ്ട്രോക്രസിക്ക് ഒരു വോട്ട്, മിഡിൽ ക്ലാസ്സിന് ഒരു വോട്ട്, അങ്ങനെ ടോട്ടൽ 3 വോട്ട് ഉണ്ടാവുക. അപ്പൊ ഈ തേർഡ് എസ്റ്റേറ്റ് പറയുന്നു, അങ്ങനെ വേണ്ട, പകരം ഞങ്ങൾക്ക് എന്ത് വേണം, ഓരോ ആളുകൾക്കും ഓരോ വോട്ട് വെച്ച് വേണം. അങ്ങനെയാണ് അവരൊരു മുന്നോട്ട് വെക്കാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോ ഞാൻ പറഞ്ഞ ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, യൂണിവേഴ്സൽ ടാക്സ് ആണ്. യൂണിവേഴ്സൽ ലാൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ ക്ലർജിക്കും ലാൻഡ് ടാക്സ് കൊടുക്കണം, അരിസ്ട്രോക്രസിക്കും ലാൻഡ് ടാക്സ്, അവരെല്ലാവരും ലാൻഡ് ടാക്സ് കൊടുക്കണം ഗവൺമെന്റിന്. ഫ്രാൻസിൽ അതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് മാത്രമായിരുന്നു എല്ലാ ആളുകളെയും ടാക്സ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മാറ്റം വേണം, ഞങ്ങൾക്ക് വോട്ട് ബൈ ഹെഡ്, ഓരോ ആളുകൾക്കും ഓരോ വോട്ട് വേണം, എസ്റ്റേറ്റിന് ഒരു വോട്ട് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് വരുന്നു തേർഡ് എസ്റ്റേറ്റ് പറയുന്നു. അപ്പൊ ഇത് അംഗീകരിക്കാൻ നമ്മുടെ ക്ലർജിയും അരിസ്ട്രോക്രസിയും അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ക്ലർജിയുടെയും അരിസ്ട്രോക്രസിന്റെയും ഭാഗത്ത് നിൽക്കുന്ന കിങ് എന്ത് ചെയ്യുന്നു, ഈ തേർഡ് എസ്റ്റേറ്റിന്റെ ഈ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്യുന്നു, ആൾക്ക് ഒരു വോട്ട് എന്ന സംഭവം എന്ത് ചെയ്യുന്നു, ഒപ്പിന് കുപ്പി എന്ന് പറയുന്ന പോലെ ആൾക്കൊരു വോട്ട് എന്ന സംഭവം എന്ത് ചെയ്യുന്നു, അവർ രാജാവ് റിജക്ട് ചെയ്യാണ്. ഈ റിജക്ട് ചെയ്തത് കൂടി എന്ത് ചെയ്യുന്നു, ഈ തേർഡ് എസ്റ്റേറ്റ് അതല്ലെങ്കിൽ ഈ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഇറങ്ങിപ്പോരാണ്, ഞങ്ങൾ ഈ പാർലമെന്റിന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞവർ എന്ത് ചെയ്യുന്നു, ഇറങ്ങിപ്പോകുന്നു. ഈ ഇറങ്ങിപ്പോയ ആളുകൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട്, ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഒത്തുകീരാണ്, അവർ ഒത്തുചേർന്ന് ഡിക്ലെയർ ചെയ്യാണ്. 1789 20 ജൂണിലാണ് സംഭവം നടക്കുന്നത്. അവരെന്ത് ഡിക്ലെയർ ചെയ്യാണ്, ഈ ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്ന തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യാണ്, ഞങ്ങളാണ് ഫ്രാൻസിന്റെ നാഷണൽ അസംബ്ലി. ഓക്കെ, 98% പോപ്പുലേഷൻ വരുന്ന ഞങ്ങളാണ് ഇനി മുതൽ ഫ്രാൻസിന്റെ
നാഷണൽ അസംബ്ലി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ ഇവിടുന്ന് ആരും പിരിഞ്ഞു പോകില്ല എന്ന് അവരെന്ത് ചെയ്യുന്നു, പ്രഖ്യാപിക്കാണ്. അപ്പൊ ഈ ഒരു പ്രഖ്യാപനത്തെ പറയുന്ന പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. ഓക്കെ, പോയിന്റ് കൃത്യമായി വെച്ചോളൂ. ടെന്നീസ് കോർട്ട് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രാൻസിൽ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു 98% വരുന്ന ഈ പോപ്പുലേഷന്റെ നേതാവ് എന്ന് പറയുന്നത് അബ്ബേ സിയാസും മിറാബിയ. ഓക്കെ, ഐ ഡോണ്ട് നോ ദ പ്രൊണൗൺസിയേഷൻ. നിങ്ങൾ ജസ്റ്റ് നോക്കൂ, മിറാബിയ ആൻഡ് അബേസിയാസ്. അബേസിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി. ഈ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഈ തേർഡ് എസ്റ്റേറ്റിന്റെ നേതാക്കന്മാരായിരുന്നു. ടെന്നീസ് കോർട്ട് ഓത്തിൽ അവർ നടന്ന സംഭവത്തിന്റെ നേതാക്കന്മാർ ഇവർ രണ്ടുപേരാണ്, അബേസിയാസും മിറാബിയോ. ഓക്കെ, പോയിന്റ് കൃത്യമായി നോട്ട് വെച്ചോളൂ, മേ ബി ചോദ്യം ചോദിക്കാം. ഈ ടെന്നീസ് കോർട്ട് ഓത്ത് നടന്ന് അടുത്ത മാസം തന്നെ, പിറ്റത്തെ മാസം എന്ത് ചെയ്യുന്നു, ഈ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു, രാജാവിനെതിരെ ഏത് ശബ്ദം ഉണ്ടെങ്കിലും രാജാവ് എന്ത് ചെയ്യുന്നു, അവരെ പിടിച്ച് ജയിലിലടക്കുന്നു. ആ ജയിലിലടക്കുന്ന ഒരു ജയിലിന് പറയുന്ന പേരാണ് ബാസ്റ്റീൽ. ഓക്കെ, ഈ ബാസ്റ്റീൽ ജയിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ വീണ്ടും ജസ്റ്റ് പറയുന്നത് മാത്രം. ഈ ബാസ്റ്റീലിന്റെ പ്രത്യേകത, ബാസ്റ്റീൽ ഒരു ഫോർട്ടായിരുന്നു, പണ്ടൊരു കോട്ടയായിരുന്നു. പിന്നെ രാജാവ് എന്ത് ചെയ്യുന്നു, ആ കോട്ടയെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ജയിലാക്കി മാറ്റാണ്. അതായത് രാജാവിനെതിരെ ആരെന്തൊക്കെ ശബ്ദിച്ചാലും അവരെ പിടിച്ച് ഈ ബാസ്റ്റീൽ കോർട്ടിൽ കൊണ്ടുപോയി, ബാസ്റ്റീൽ പ്രിസണിൽ കൊണ്ടുപോയി ഇടുന്ന സംഭവം. അപ്പൊ ഈ ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ബാസ്റ്റീൽ ജയിലിനെ എന്തായിട്ട് കാണുന്നത്, രാജാവിന്റെ സിമ്പിൾ ഓഫ് ബൂർബൺ മൊണാർക്കിയുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് കണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, രാജാവിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ബാസ്റ്റീൽ കോട്ടയിലേക്ക് 1789 ജൂലൈ 14 പോകുന്നു. അവിടെ കണ്ട ഏകദേശം 5ഓളം പ്രിസണേഴ്സിൽ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ആളുകളെ കൊന്നിട്ട് അവര് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവത്തെ പറയുന്നവരാണ് ബാസ്റ്റീൽ ഡേ. അപ്പൊ ഇത് ഇന്ന് ഫ്രാൻസിന്റെ എന്താണ്, നാഷണൽ ഹോളിഡേ കൂടിയാണ്. ഓക്കെ, ഈ പോയിന്റ് ഓർത്തിട്ടുള്ള ടെന്നീസ് കോർട്ട് ഓത്തും ബാസ്റ്റീൽ ഡേ ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. അങ്ങനെ ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ബൂർബൺ മൊണാർക്കി ഫ്രാൻസുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റുവർട്ട് കിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ജെയിംസ് സെക്കൻഡും ചാൾസ് സെക്കൻഡും ചാൾസ് ഫസ്റ്റും ജെയിംസ് ഫസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് ഇംഗ്ലീഷ് കിങ്സ് ആണ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഞാൻ പറയാൻ മറന്നുപോയതാണ്. സ്റ്റുവർട്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരാണ്, ബൂർബൺസ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ രാജാക്കന്മാരാണ്. ഓക്കെ, അങ്ങനെ ലൂയി 16 എന്ത് ചെയ്യുന്നു, ഈ നാഷണൽ അസംബ്ലി അക്സെപ്റ്റ് ചെയ്യാണ്. കാരണം 98% വരുന്ന പോപ്പുലേഷൻ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു, അല്ലെ, തേർഡ് എസ്റ്റേറ്റ് അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ നാഷണൽ അസംബ്ലി ടെന്നീസ് കോർട്ട് ഓത്ത് പ്രകാരം അവരുണ്ടാക്കിയ അസംബ്ലിയെ അംഗീകരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ 1789 4 ഓഗസ്റ്റ് എന്ത് ചെയ്യുന്നു, അസംബ്ലി പാസ്ഡ് ഡിഗ്രി ദാറ്റ് അബോളിഷിംഗ് ദ ഫ്യൂഡൽ സിസ്റ്റം ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് ടാക്സ്. ഓക്കെ, ഫ്യൂഡൽ സിസ്റ്റം പ്രകാരം എന്ത് ചെയ്യുന്നു, രണ്ട് കൂട്ടരുടെയും, അതായത് ക്ലർജിയുടെയും അരിസ്റ്റോക്രറ്റിയും, ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റിന്റെ ഒക്കെ ടാക്സുകൾ ആരാ കൊടുക്കേണ്ടിയിരുന്നത്, അത് തേർഡ് എസ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്തു, സംഭവത്തെ നാഷണൽ അസംബ്ലി ആയത് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് അവരത് ഒഴിവാക്കാണ്. ഫ്യൂഡൽ സിസ്റ്റം ഒബ്ലിഗേഷൻ ഓഫ് ടാക്സിന് ഒഴിവാക്കുന്നു. അതായത് അവനാണ് ടാക്സ് അവനാൻ കൊടുത്താൽ മതി, മറ്റുള്ളവർ തലയിൽ ഇടണ്ടെന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ 1791 എന്ത് ചെയ്യുന്നു, ഈ നാഷണൽ അസംബ്ലി ഒരു വെസ്റ്റ് ദ പവർ ടു മേക്ക് ലോസ്. ഓക്കെ, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം കൂടി നാഷണൽ അസംബ്ലിക്ക് കിട്ടുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെന്നും ഇവിടെ ഉണ്ടാക്കുന്നു. ഓക്കെ, മെൻ ആൻഡ് സിറ്റിസൺ, ഇതും കൂടി ഫ്രാൻസുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെ ഫ്രഞ്ച് റവല്യൂഷനിൽ ഇംഗ്ലീഷ് റവല്യൂഷൻ നമ്മൾ പറഞ്ഞു, അമേരിക്കൻ റവല്യൂഷനിൽ പറഞ്ഞു, എല്ലാത്തിനും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ഉണ്ട്, അല്ലെ. അപ്പൊ ആദ്യം സംഭവം നടന്നത് എവിടെയാണ്, അത് ഇംഗ്ലണ്ടിലാണ്, പിന്നെ അമേരിക്കയിൽ, പിന്നെ ഞാൻ ക്രോണോളജിക്കൽ ഓർഡർ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഈ റൈറ്റ്സ് ഓഫ് മെൻ, ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെനിൽ ഉൾപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, ഈക്വാലിറ്റി ബിഫോർ ലോ, നാച്ചുറൽ ഇനാലിയനബിൾ റൈറ്റ്സ്. ഇതൊക്കെ അമേരിക്കൻ ജോൺ ലോക്കയുടെ സംഭവത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇനാലിയനബിൾ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മനുഷ്യന് ജനിക്കുമ്പോൾ തന്നെ ഒരു അധികാരമുണ്ട്, അത് എടുത്തെടുക്കാൻ അവകാശമുണ്ട്, അവകാശം എടുത്തു കളയാൻ ആർക്കും ഒരു ഇതില്ലാന്ന്. ഓക്കെ, അധികാരമില്ല എന്നുള്ള സംഭവം, ഇനാലിയനബിൾ റൈറ്റ്സ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവര് പ്രഖ്യാപിക്കുകയാണ്. ലൂയി 16 ആ സംഭവം അവിടത്തെ ഉണ്ടായിരുന്ന അപ്പത്തെ റൂൾ എന്ന് പറയുന്നത് ലൂയി 16 അവർ ഈ സൈന് എന്ത് ചെയ്യുന്നു, അഗ്രി ചെയ്യുന്നു, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഗ്രി ചെയ്യുന്നു. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കൂടുതൽ ഒരു ഈഗോ ഒക്കെ ഉള്ള റൂളേഴ്സ് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഇടയിൽ കൂടെ മറ്റൊരു പരിപാടി ചെയ്യുന്നു. അവർ പ്രഷ്യയുടെ രാജാവുമായിട്ട് ഒരു ട്രീറ്റിയിൽ ഉൾപ്പെടുന്നു. ഈ ട്രീറ്റ് പ്രകാരം പ്രഷ്യ എന്ത് ചെയ്യുന്നു, റഷ്യയല്ല പ്രഷ്യ, ഫ്രാൻസിനോട് ചേർന്ന പ്രദേശമാണ്. പ്രഷ്യ എന്ത് ചെയ്യുന്നു, ഫ്രാൻസിനെ സഹായിക്കാൻ എന്ന് പറയുന്നു. പ്രഷ്യ സഹായിക്കുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ ഫ്രാൻസിൽ നടക്കുന്ന ഈ ഫ്രീഡം മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സംഭവത്തെ മറ്റുള്ള ഏരിയയിലുള്ള രാജാക്കന്മാരൊക്കെ ഭയപ്പെടുന്നത്. കാരണം അത് അവിടെ ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പതുക്കെ അവരുടെ രാജ്യങ്ങൾക്ക് വരും, അല്ലെ. ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റൂളറിനെതിരെ തിരിയുന്നു, അവർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ടാവണമെന്ന് പറയുന്നു. അത് റൂളേഴ്സിന് പ്രശ്നമാണ്. അപ്പൊ ഇത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രഷ്യ എന്ത് ചെയ്യുന്നു, ഫ്രാൻസിനെ സഹായിക്കാമെന്ന് പറയുന്നു.
ഈ സംഭവം ഇത് പ്രഷ്യ ഫ്രാൻസിനെ ആക്രമിച്ചിട്ട് അതല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിനെ ആക്രമിച്ചിട്ട് ഫ്രാൻസിന്റെ അധികാരം വീണ്ടും ലൂയി 16 കൊടുക്കാന്ന് പറയുന്നു. ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, ഈ സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ ഈ തേർഡ് എസ്റ്റേറ്റ് അറിയുന്നു, 90% ആളുകൾ അറിയുന്നു. അവർ ഈ നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നു, ഈ പ്രഷ്യക്കെതിരെ വാർ പ്രഖ്യാപിക്കുന്നു. ഒരുപാട് ഏകദേശം 1000-ഓളം 2000-ഓളം ലക്ഷങ്ങളോളം ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ വാറിൽ പങ്കെടുക്കുന്നു, നാഷണൽ അസംബ്ലിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു. അവർ ഈ വാറിന് ജയിക്കുന്നു, പ്രഷ്യയെ തുരത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ നമ്മൾ ഇന്ന് ചായക്കടകളിൽ കാണുന്നില്ല സംഭവമില്ല, അതായത് പൊളിറ്റിക്കലായിട്ട് ഒരുപാട് ഡിബേറ്റ്സ് നടക്കില്ലേ. നമ്മളിപ്പോ ഓരോ യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ പൊളിറ്റിക്കൽ ക്ലബ്സ് ഉണ്ടാവും, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തൊക്കെയാണ് രാജ്യം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അല്ലെ, ഇന്റർനാഷണൽ കാര്യങ്ങളായാലും നാഷണൽ കാര്യങ്ങളായാലും. അപ്പൊ അങ്ങനത്തെ സംഭവത്തെ പറയുന്നവരാണ് പൊളിറ്റിക്കൽ ക്ലബ്ബ് അല്ലെ. അപ്പൊ ഈ പൊളിറ്റിക്കൽ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന സക്സസ്ഫുള്ളി എല്ലാ കാര്യങ്ങളും ഡിബേറ്റ് ചെയ്തിരുന്ന ക്ലബ്ബാണ് ജാക്കോബിൻസ്. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്തിട്ടുള്ളൂ. ജാക്കോബിൻസ് എന്തുമായി ബന്ധപ്പെട്ടാണ്, ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട്. ഈ ജാക്കോബിൻസ് എന്ന് പറയുന്നത് ഒരു താഴേക്കിടയിലുള്ള സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഷോപ്പ് കീപ്പേഴ്സും ആർട്ടിഷ്യൻസും ഷൂ മേക്കേഴ്സും അങ്ങനത്തെ താഴേക്കിടയിലുള്ള ചെറിയ ജോലികൾ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ ഇവരുടെ ലീഡർ ആയിരുന്നു ആര്, മാക്സിമിലിയൻ റോബസ്പിയർ. ഓക്കെ, കൃത്യമായി നോട്ട് ചെയ്തിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണ് മാക്സിമിലിയൻ റോബസ്പിയർ. ഈ റോബസ്പിയർ എന്തിന്റെ നേതാവാണ്, ജാക്കോബിൻസ്. ജാക്കോബിൻസ് എന്ന് പറയുന്നത് ഈ ജിറോണ്ടിയൻസ് എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബ് ഉണ്ട്, ജാക്കോബിൻസ് എന്ന് പറയുന്ന മറ്റൊരു ക്ലബ്ബ് ഉണ്ട്. ഈ ജാക്കോബിൻസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്ലബ്ബാണ്, കാര്യങ്ങളൊക്കെ ഡിബേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതുകൊണ്ടുള്ള ക്ലബ്ബ്. ഓക്കെ, അപ്പൊ അതിന്റെ ലീഡർ ആരാണ്, മാക്സിമിലിയൻ റോബസ്പിയർ. ഈ ജാക്കോബിൻസിന്റെ മറ്റൊരു പേരാണ് സാൻസ് കുളൂട്ടസ്. ഓക്കെ, ആ പോയിന്റ് കൂടി ഓർത്ത് വെച്ചോളൂ. ഈ സാൻസ് കുളൂട്ടസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിലുള്ളൊരു വേർഡാണ്. ഒരു ഡ്രസ് അവർ ധരിച്ചിരുന്ന നീ ക്യാപ്പ് ഇല്ലാണ്ട്, അതാ മീനിങ് ദോസ് വിത്തൗട്ട് നീ ബീച്ചസ്. ഓക്കെ, നീ ക്യാപ്പ് ഇല്ലാത്ത എന്തോ ഡ്രസ്സുമായി ബന്ധപ്പെട്ടാണ് ഓർത്ത് ശാന്തി. അപ്പൊ ജാക്കോബിൻസിന്റെ മറ്റൊരു പേരാണ് സാൻസ് കുളൂട്ടസ്. അവരുടെ ലീഡർ എന്ന് പറയുന്നത് മാക്സിമിലിയൻ റോബസ്പിയർ ആണ്. ഓക്കെ, അങ്ങനെ ഓൺ ദ മോർണിംഗ് August 10 ഈ എന്ത് ചെയ്യുന്നു, ഈ ജാക്കോബിൻസ് അതല്ലെങ്കിൽ ഈ സാൻസ് ക്ലോസറ്റ് എന്ന് പറയുന്ന ഈ വ്യക്തികളെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലുള്ള രാജാവിന്റെ പാലസിലേക്ക് കയറി ചെല്ലുകയാണ്. തുലീറിയസ് എന്ന് പറയുന്ന പാലസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ ഗാർഡ്സിനെയൊക്കെ അവർ കൊല്ലുന്നു, രാജാവിനെ ക്യാപ്റ്റീവ് ആയിട്ട് പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, രാജാവിനെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ എന്ത് ചെയ്യുന്നു, അവർ ഇംപ്രിസൺ ചെയ്യുന്നുണ്ട്. ഒരു ഇലക്ഷൻ നടക്കുന്നു, ഫ്രാൻസിൽ മറ്റൊരു ഇലക്ഷൻ നടക്കുന്നു. രാജാവിനെ ഒഴിവാക്കിയല്ലോ, സ്വാഭാവികമായിട്ടും റിപ്പബ്ലിക്കായിട്ട് ഒരു ഇലക്ഷൻ നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇലക്ഷൻ നടക്കുന്നു. അങ്ങനെ എല്ലാ 21 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം നൽകുകയാണ് ഫ്രാൻസ്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു, ഇലക്ഷൻ നടക്കുന്നു, പുതിയതായിട്ടുള്ള ഒരു കൺവെൻഷന് തെരഞ്ഞെടുക്കുന്നു. അതിന് ലീഡറായിട്ട് ആരായിരുന്നു, റിപ്പബ്ലിക് തെരഞ്ഞെടുക്കുകയാണ്. ആ റിപ്പബ്ലിക്കൻ ലീഡറായിട്ട് മാക്സിമിലിയൻ റോബസ്പിയറെ അവര് ചാർജ് ചെയ്യുകയാണ്. ഓക്കെ, ലൂയി 16 എന്ത് ചെയ്യുന്നു, ഫ്രാൻസിൽ നടന്ന പോലെ തന്നെ ലൂയി 16 അവരെ കൊല്ലുകയാണ്. അതായത് ബിഹെഡ് ചെയ്തു, കൊല്ലുന്നു. ലൂയി 16 കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മേരി ആന്റോണിയറ്റിനെ അവർ കൊല്ലുന്നുണ്ട്. ഓക്കെ, ജനുവരി 1793 പാലസ് ഡി ലാ കോൺകോർഡെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൂയി 16 കൊല്ലുകയാണ്. അപ്പൊ ഈ മേരി ആന്റോണിയറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വേർഡ് ഉണ്ട്, ഇഫ് യു ഡോണ്ട് ഹാവ് ബ്രെഡ് ടു ഈറ്റ് കേക്ക്സ്. ഓക്കെ, നിങ്ങൾ ബ്രെഡ് തിന്നായില്ലെങ്കിൽ ഈ കേക്ക് തിന്നോളൂ എന്ന്. കാരണം അത്രയും വിവരമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അവർ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സീമൊക്കെ ഉണ്ട്. നമ്മുടെ സ്പൈഡർമാനിലെ മേരി ജെയിൻ അല്ലേ, അവരെ വെച്ചിട്ട് ഒരു മെയിൻ ക്യാരക്ടർ വെച്ചിട്ട് ആന്റോണിയേറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടെന്ന് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ എല്ലാവരും കാണാൻ നോക്കുക. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇവരെന്ത് ഒരുപാട് ഗോൾഡ്സും ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഫ്രാൻസിന്റെ ട്രഷറിയെ മൊത്തം ദൂർത്തടിച്ച ഒരു വ്യക്തികൾ ആരാണ്, മേരി ആന്റോണിയറ്റ് ആയിരുന്നു. അപ്പൊ അവരുടെ ഫേമസ് വാക്കാണ് ഇഫ് യു ഡോണ്ട് ഹാവ് ബ്രെഡ് ടു ഈറ്റ് കേക്ക്സ്. അപ്പൊ കാര്യം മനസ്സിലാക്കാൻ അവിടെ ഫ്രാൻസിൽ ബ്രെഡ് പോലും തിന്നും. ബ്രെഡ് സാധാരണ ജനങ്ങളെ ഭക്ഷണമാണ്. അതൊക്കെ തിന്നാൽ നിങ്ങൾ കേക്ക് തിന്നോളിയെന്ന്. കാരണം കേക്ക് എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും എലൈറ്റ് ക്ലാസിന്റെ ഫുഡ് ആയിരുന്നു. അപ്പൊ അത് തിന്നോളി എന്ന് പറയുന്ന ഒരു തീരെ ബുദ്ധിയില്ലാത്ത ഒരാളെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ ഓക്കെ, ദ പീരിയഡ് ഫ്രം 1793 to 1794 ഈസ് റെഫേർഡ് ആസ് ദ റെയിൻ ഓഫ് ടെറർ. നമ്മൾ പറഞ്ഞു ജാക്കോബിൻസ് ലീഡർ ആയിട്ടുള്ള മാക്സിമിലിയൻ റോബസ്പിയർ എന്ത് ചെയ്യുന്നു, അധികാരത്തിലേറുന്നു. അദ്ദേഹം അധികാരത്തിലേറിയതോടുകൂടി ആരൊക്കെയാണോ ഈ റോബസ്പിയറെ അതല്ലെങ്കിൽ നാഷണൽ അസംബ്ലിയെ എതിർക്കുന്നത്, അതിൽ പെടുന്ന ആളുകളാണ് എക്സ് നോബിൾസ്, ക്ലർജി, മെമ്പർ ഓഫ് അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് മറ്റേ ജിറോണ്ടിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ക്ലബ്ബൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനത്തെ ആളുകളെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെ വരെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം കൊല്ലുകയാണ്. ഓക്കെ, ഇപ്പൊ ട്രിബ്യൂണലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം എല്ലാവരെയും കൊല്ലുകയാണ്. ഈ കൊല്ലുന്ന ഒരു സംഭവത്തിന് വേണ്ടി അദ്ദേഹം ഒരു മെഷീൻ വരെ ഇൻവെന്റ് ചെയ്യുന്നു. അദ്ദേഹമല്ല, ഗില്ലറ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു മെഷീൻ ഇൻവെന്റ് ചെയ്യുന്നു. ആ മെഷീന്റെ പേരാണ് ഗില്ലറ്റിൻ. ഓക്കെ, അവരൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട് പിരാറ്റ്സ് ഓഫ് ദ കരീബിയൻസ് കണ്ടില്ലേ, ഒരു സാധനം മേലെ നിങ്ങൾ താഴോട്ട് വരും,
ആളുകൾ തല അവിടെ വെക്കും, അത് നേരെ കണ്ടിച്ചു പോകുന്ന സംഭവം, അതാണ് ഗില്ലറ്റ് എന്ന് പറയുന്നത്. ആ ഗില്ലറ്റിന് വരെ അദ്ദേഹം ഇൻവെന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരൊക്കെ അദ്ദേഹത്തിന് എതിർക്കുന്നു അവരൊക്കെ ഗില്ലറ്റിൻ ചെയ്ത് അവരെ കൊല്ലുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഐറണി എന്ന് വെച്ചാൽ 1794 എന്ത് ചെയ്യുന്നു, ഈ റോബസ്ഫിയർ തന്നെ ഈ ആളുകൾ സഹിക്കാൻ പറ്റാതെ അയാളെ തന്നെ ഗില്ലറ്റിൻ ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, The death of Robespierre marked the beginning of the Thermidorian reaction, a moderate phase in which the French people revolted against the reign of terrorist excess. Okay, Thermidorian reaction എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് റോബസ്ഫിയറെ ഗില്ലറ്റിൻ ചെയ്ത് 1794 നമ്മൾ കൊന്നെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ റോബസ്ഫിയർ ഉണ്ടാക്കിയ ഒരു ടെറർ ആയിട്ടുള്ള റെയിൻ ഉണ്ടല്ലോ, അതെല്ലാം കൂടി അവർ ഒഴിവാക്കി പുതിയൊരു ഫ്രാൻസിനെ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിന് പറയുന്ന പേരാണ് തെർമോഡിയൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 1795 നാഷണൽ കൺവെൻഷൻ ഉണ്ടാക്കുന്നു. അവർ ജിറോണ്ടിയൻസ് നമ്മൾ പറഞ്ഞ മറ്റൊരു പൊളിറ്റിക്കൽ ക്ലബിലുള്ള വ്യക്തികളായിരുന്നു. അവർ റെയിനോ ടെററിനെ സർവൈവ് ചെയ്ത ആളുകൾ കൂടി എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുകയാണ്. അതൊരു റിപ്പബ്ലിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ഫ്രാൻസിനെ മാറ്റുകയാണ്. ഓക്കെ, the fall of the Jacobin government allowed the wealthier middle class to seize power. Okay, ജാക്കോബിൻസ് തകർന്നോടുകൂടി, ജാക്കോബിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് താഴെ ലോ ക്ലാസ്സിലുള്ള ആളുകളാണ് അല്ലെ, താഴേക്കിടയിലുള്ള ആളുകളാണ് ഈ ഷോപ്പ് കീപ്പേഴ്സും അങ്ങനെ ആർട്ടിഷ്യൻസ് ഒക്കെ വരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോയി, അവിടെ ഉണ്ടായിട്ടുള്ള റോബസ്ഫിയർ അവരെ കൊല്ലുന്നു, അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോകുന്നു. അതിന് വെൽത്തിയർ ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ജിറോണ്ടിയൻസ് എന്ന് പറഞ്ഞ ആ ടീംസ് എന്ത് ചെയ്യുന്നു, അധികാരം ഏറ്റെടുക്കുന്നു. എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ഡിനൈ ദ വോട്ട് ടു നോൺ പ്രോപ്പർട്ടീഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അപ്പൊ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നു, പവർ ഇല്ലാത്ത പണമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജാക്കോബിൻസ് വന്ന സമയത്ത് 21 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം നൽകി. പക്ഷെ ഇവര് വന്നപ്പോ പുതിയ ഒരു ജിറോണ്ടിയൻസ് വന്നപ്പോ എന്ത് ചെയ്യുന്നു, നോൺ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഇല്ലാത്ത ആളുകൾക്കൊന്നും വോട്ടില്ല, പ്രോപ്പർട്ടി ഉള്ള ആളുകൾക്കൊക്കെ വോട്ടുണ്ട്. അങ്ങനെ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് കൺസെപ്റ്റ് ആണെന്ന്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് 2 ഇലക്ടഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, ദീസ് ദെൻ അപ്പോയിന്റഡ് എ ഡയറക്ടറി. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നു, ഈ ജിറോണ്ടിയൻസ് അതല്ലെങ്കിൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഒരു ഡയറക്ടറി എന്ന് പറഞ്ഞ ഒരു ഇതിന് വെക്കുന്നു. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഏകദേശം 5ഓളം പേര് അതിൽ മെമ്പേഴ്സ് ആയിരുന്നു. ഇതെന്തിനാണ്, റോബസ്ഫിയറിലും അധികാരം മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് റെയിൻ ഓഫ് ടെറർ നടത്തി അല്ലേ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 5ഓളം വരുന്ന വ്യക്തികളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു, അധികാരം ഏൽപ്പിക്കുന്നു ഫ്രാൻസിന്റെ. അതിന് പറയുന്ന ആ ഒരു സംഭവത്തെ ഡയറക്ടറി, അവരെ എല്ലാം കൂടി 5ഓളം പേരെ പറയുന്ന പേരാണ് ഡയറക്ടറി. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. അങ്ങനെ ഈ ഡയറക്ടർ എന്ത് ചെയ്യുന്നു, ഈ ഡയറക്ടർ നമ്മൾ പറഞ്ഞു ഒരു മിഡിൽ ക്ലാസ് ആണ്, വെൽത്തി ആയിട്ടുള്ള പൈസ ഉള്ള ഒരു മിഡിൽ ക്ലാസ് ആണ്. അവർ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് സംഭവിക്കുന്നു, ഒരുപാട് കറപ്ഷൻ നടക്കുന്നു, പോപ്പുലർ ഡിസ്കൗണ്ട് നടക്കുന്നു, ഇൻഎഫിഷ്യൻസി ആകെ നടക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഫ്രാൻസ് മൊത്തത്തിൽ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങളൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി 1799 എന്ത് ചെയ്യുന്നു, ഫ്രാൻസിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഡയറക്ടറി 5ഓളം മെമ്പർ വരുന്ന ഈ ഡയറക്ടറി അബോളിഷ് ചെയ്യുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് ഫസ്റ്റ് കോൺസുൽ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് സ്വന്തം പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടി ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ അവസാനിക്കുകയാണ്. നെപ്പോളിയാനിക് ഇറ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ 1799 അവിടെ ഡയറക്ടറി അബോളിഷ് ചെയ്തിട്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ ഏറുന്നതോടുകൂടി ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ അവസാനിക്കുന്നു. 1789 സ്റ്റാർട്ട് ചെയ്തു, 10 വർഷത്തോളം നീണ്ടു നിന്നു. 99 നെപ്പോളിയൻ വരുന്നു, ഫ്രാൻസിന് അങ്ങനെ മാറ്റം സംഭവിക്കുന്നു. ഓക്കെ, കൃത്യമായിട്ട് പോയിന്റ് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും സ്പീഡിലാണ് പോകുന്നത്. സമയപ്പത്തിന് 8 മണി ആവാനായി, 8 മണി ആയി അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റഷ്യൻ റവല്യൂഷൻ ഉണ്ട്, വേൾഡ് വാർ ഫസ്റ്റ്, വേൾഡ് വാർ സെക്കൻഡ്. ഓക്കെ, ഒരു 3 ടോപ്പിക് കൂടി ഉണ്ട്. റഷ്യൻ റവല്യൂഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാം അല്ലെ, അധികം വലിയ സംഭവമൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റഷ്യയിലുണ്ടായ റിഫോംസിനെ പറയുന്ന സംഭവമാണ് റഷ്യൻ റവല്യൂഷൻ. ഇതെന്തായിരുന്നു, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള അന്നത്തെ സാർസ്. ഓക്കെ, പോയിന്റ് നോട്ട് വെച്ചോളൂ. റഷ്യയിലുണ്ടായിരുന്ന റൂളേഴ്സിനെ പറയുന്ന പേരാണ് സാർസ്. ബ്രിട്ടനിലുണ്ടായിരുന്ന റൂളേഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റുവേർട്സ്. ഫ്രാൻസിലുണ്ടായിരുന്ന റൂളേഴ്സിനെ പറയുന്ന പേരാണ് ബൂർബൺസ് അല്ലെ. അപ്പൊ ഈ റഷ്യയിലുണ്ടായിരുന്ന ഈ ഗവൺമെന്റിനെ ഒഴിവാക്കിയിട്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾ അധികാരമേറിയ ആ ഒരു സംഭവത്തിനാണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് റഷ്യൻ പീപ്പിൾ ഡിസ്ലൈക്ക് ദ ഔട്ടോക്രസി ഓഫ് ദ ദെൻ റൂളർ സാർ നിക്കോളാസ് സെക്കൻഡ്. ഓക്കെ, നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു അന്നത്തെ റൂളർ. ഓർത്ത് വെച്ചോളൂ, നിക്കോളാസ് സെക്കൻഡിന്റെ റൂൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം കറപ്റ്റഡ് ആയിരുന്നു, ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള പവർ അദ്ദേഹം ഈ ആളുകൾക്ക് പേരിൽ എന്ത് ചെയ്യുന്നു, ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി അന്നത്തെ പ്രൊവിഷണൽ ആയിട്ടുള്ള ഗവൺമെന്റിനെ പറയുന്ന പേരാണ് ഡൂമ. ഓക്കെ, അതുകൂടി ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ലിബറൽ പ്രൊവിഷണൽ ഗവൺമെന്റ് ഡൂമ, അത് ഞാൻ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് സാർ നിക്കോളാസ് ആണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ റൂളർ എന്ന് പറയുന്നത് അല്ലെ.
അപ്പോൾ ഈ സാർ നിക്കോളസിനെ പുറത്തു വെക്കാൻ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് ബ്ലഡി സൺഡേ മസാക്കർ. ആ പോയിന്റ് കൂടി ഓർത്തിച്ചോളൂ. ഏകദേശം 1905 ജനുവരിയിലാണ് ഈ ആളുകളില്ല, കുറച്ച് ആളുകൾ, ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ എന്തായിരുന്നു റഷ്യയിലുണ്ടായിരുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിനെ കാണണം, സാർ നിക്കോളസിനെ കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാലസിലേക്ക്, വിന്റർ പാലസിലേക്ക് ചെല്ലുന്നു. സാർ നിക്കോളസ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല. അവർ എനിക്ക് കാണണ്ടെന്ന് പറയുന്നു അദ്ദേഹം. അപ്പൊ ഇത് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, അതിന് മുന്നിൽ സമരം ചെയ്യുന്നു. അപ്പൊ പീസ്ഫുൾ ആയി ഇങ്ങനെ സമരം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, മിലിറ്ററി വരുന്നു, അവരെ ഷൂട്ട് ചെയ്യുകയാണ്. ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഈ സൺഡേ മസാക്കറിൽ എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തെ പറയുന്നത് ബ്ലഡി സൺഡേ മസാക്കർ നടന്നത് 1905 ഓക്കെ. സാർ നിക്കോളാസ് സെക്കൻഡ് ആണ് അന്നത്തെ റൂളർ. അപ്പൊ ഈ റഷ്യ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള പൂർ പെസൻസ് മാത്രം ഉണ്ടായിരുന്ന ജനസംഖ്യ ഉണ്ടായിരുന്ന ഏരിയ ആണ്. ഈ റഷ്യയുടെ ലാൻഡിന്റെ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് വെറും 1.5 പോപ്പുലേഷൻ. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ GDP മൊത്തം ഉയരാൻ കാരണം അദാനി, അംബാനി അങ്ങനത്തെ പോലത്തെ കുറച്ച് വലിയ ബിസിനസ് ടൈക്കൂൺസ് ആണ് അല്ലെ. അതുപോലെ തന്നെ വളരെ 1.5 ആയിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ കയ്യിൽ മാത്രമായിരുന്നു ഈ റഷ്യയുടെ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ 1861 took place during the Russian Revolution. ഓക്കെ, റഷ്യൻ റവല്യൂഷൻ നടന്ന വർഷം എന്ന് പറയുന്നത് 1917 ആണ്. ഇംഗ്ലണ്ടിൽ പറഞ്ഞ പോലെ തന്നെ റഷ്യയിലും 2 റെവല്യൂഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് റെവല്യൂഷൻ took place in ഫെബ്രുവരി, രണ്ടാമത്തെ റെവല്യൂഷൻ ഉണ്ടാകുന്നത് ഒക്ടോബറിലുമാണ്. ഓക്കെ, ഫസ്റ്റ് റെവല്യൂഷൻ ഫെബ്രുവരിയിൽ നടന്ന റെവല്യൂഷൻ, ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുന്നു, ഫസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നു. അതെന്തായിരുന്നു, ഈ ഇമ്പീരിയൽ ഗവൺമെന്റ് സാർ നിക്കോളാസ് സെക്കൻഡിന്റെ അണ്ടറിലുള്ള ഇമ്പീരിയൽ ഗവൺമെന്റിനെ പുറത്താക്കിയിട്ട് ഒരു ഡൂമ ഗവൺമെന്റ്, ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് വരുന്നു. ഈ രണ്ടാമത്തെ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒക്ടോബറിൽ നടന്ന സംഭവമാണ്. ആ ഒക്ടോബറിൽ നടന്ന റെവല്യൂഷൻ എന്ത് ചെയ്യുന്നു, ഈ ഡൂമ ഗവൺമെന്റിനെ പുറത്താക്കിയിട്ട് ബോൾഷെവിക്സ് ആളുകളിൽ ലെനിന്റെ ഇന്നാണ് നമ്മളെ ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്സ് പവറിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ ഫെബ്രുവരിയിൽ നടന്ന റഷ്യൻ ഫസ്റ്റ് റെവല്യൂഷൻ നമ്മൾ പറഞ്ഞു. ഫെബ്രുവരി റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഫെബ്രുവരി റെവല്യൂഷൻ ശരിക്കും നടക്കുന്നത് മാർച്ച് 8 1917 ഓക്കെ. അപ്പൊ ഈ മാർച്ച് 8 1917 നടന്ന ഈ റെവല്യൂഷൻ എന്തുകൊണ്ടാണ് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ ജൂലിയൻ കലണ്ടർ അതല്ലെങ്കിൽ റഷ്യൻ കലണ്ടർ പ്രകാരം അന്ത ഡേറ്റ് ഫെബ്രുവരിയാണ്. ഒരു മാസം പുറകിലാണ്, ഒരു മാസത്തിലെ കുറച്ച് ദിവസം. ഫെബ്രുവരി 23 നടന്ന റെവല്യൂഷനെ അവർ മാർച്ച് 8 നടന്ന റെവല്യൂഷനെ ഫെബ്രുവരി 23 നടന്ന സംഭവമായിട്ട് അവർ കാണുന്നു. അതായത് ജൂലിയൻ കലണ്ടർ പ്രകാരം അന്ന് ഫെബ്രുവരിയാണ്. ഓക്കെ, അപ്പൊ അതിന് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് ഇവർ പറയുന്നു, റഷ്യക്കാർ പറയുന്നു. നമ്മുടെ ആക്ച്വൽ ഡേറ്റ് എടുക്കാൻ വെച്ചാൽ മാർച്ചിൽ നടന്ന സംഭവമാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, പെട്രോഗാഡിൽ ഉണ്ടായിരുന്ന സോവിയറ്റ് വർക്കേഴ്സ്, നമ്മൾ പറഞ്ഞു റഷ്യയുടെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പെസൻസും, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയലി വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സോവിയറ്റ് വർക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു അല്ലെ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു. അപ്പൊ ഈ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, സാൾ നിക്കോളാസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു, ഒരു ട്രൂപ്സിനെ അയക്കാണ്. അപ്പൊ ഈ ട്രൂപ്സ് എന്ത് ചെയ്യുന്നു, ഈ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താതെ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ കൂടിയിട്ട് ഈ രാജാവിനെ ആക്രമിക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ ഫെബ്രുവരിയിൽ നടന്ന ഈ റെവല്യൂഷൻ നടക്കുന്നത്. മാർച്ചിലാണ് ശരിക്കും നടന്നത്. ഫെബ്രുവരി റെവല്യൂഷൻ നമ്മൾ പറയുന്നു. ഓക്കെ, വിത്തിൻ എ ഫ്യൂ ഡേയ്സ് പാർലമെന്റ് ഓഫ് റഷ്യ ഫോംഡ് എ ന്യൂ, അവർ സാർ നിക്കോളസിനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്, പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ. ഓക്കെ, അപ്പൊ ഈ ഗവൺമെന്റിനെ പറയുന്ന പേരാണ് ഡൂമ. ഓക്കെ, ഈ ഡൂമ ഗവൺമെന്റ് ഹെഡ് ആരായിരുന്നു, അലക്സാണ്ടർ കെറൻസ്കി. പോയിന്റ് നോട്ട് ചെയ്തോളൂ. അപ്പൊ 1917 ഈ സംഭവമൊക്കെ നടക്കുന്നത്. 1917 എന്തിന്റെ സമയം കൂടിയാണ്, അത് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയം കൂടിയാണ് അല്ലെ. 1914 മുതൽ 18 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പൊ ഈ സാർ നിക്കോളാസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു, ഈ വേൾഡ് വാറിൽ ഒന്നിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ഈ റഷ്യക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് ദാരിദ്ര്യം നിൽക്കുന്ന രാജ്യം വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ സാൾ നിക്കോളാസ് സെക്കൻഡിനെ അടിച്ച് പുറത്താക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഡൂമ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നു. ഓക്കെ, അങ്ങനെ ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഓക്കെ, അധികാരത്തിൽ വരുന്നുണ്ട് ഡൂമ ഗവൺമെന്റ്. അപ്പൊ ഈ കെറൻസ്കിന്റെ ഒരു ഫേറ്റൽ ആയിട്ട് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ അലക്സാണ്ടർ കെറൻസ്കി എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ ഏറിയതിനു ശേഷം ഒന്നാം വേൾഡ് വാർ വീണ്ടും അതിൽ റഷ്യയുടെ പാർട്ടിസിപ്പേഷൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നാമതേ ആളുകൾക്ക് ഫുഡ് ഷോർട്ടേജ് ഉണ്ട്, ഒരുപാട് ഫെമൈൻ നടക്കുന്നുണ്ട്, റഷ്യൻ സിറ്റികൾ മൊത്തത്തിൽ റൈറ്റ് ബ്രോക്ക് ഔട്ട് ആണ്, ആളുകൾ ഭക്ഷണമില്ല. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, അവർ നിക്കോളാസിനെ പുറത്താക്കിയിട്ട് ഡൂമ ഗവൺമെന്റ് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ആളുകളെ അവർ അധികാരത്തിൽ ഏൽക്കുന്നു. ഈ ഡൂമ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ആളുകൾ ഈ പ്രശ്നമൊക്കെ
മൈൻഡ് ചെയ്യാതെ അവരെന്ത് ചെയ്യുന്നു, അവർ വീണ്ടും ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. ഇതോടുകൂടിയാണ് രണ്ടാമത്തെ റെവല്യൂഷൻ നടക്കുന്നത്. അത് ഒക്ടോബർ റെവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് ശരിക്കും നടന്ന സമയം എന്ന് പറയുന്നത് നവംബറിലാണ്. അത് ജൂലിയൻ കലണ്ടർ പ്രകാരം അങ്ങോട്ടുള്ള മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഈ രണ്ടാമത്തെ ഒക്ടോബർ റെവല്യൂഷന്റെ നേതാവ് എന്ന് പറയുന്നത് വ്ളാഡിമിർ ലെനിൻ ആണ്, അല്ലെ? ഒക്ടോബർ 10-ലാണ് 1917 എന്ത് ചെയ്യുന്നു, വ്ളാഡിമിർ ലെനിൻ എന്ത് ചെയ്യുന്നു, ബോൾഷെവിക് പാർട്ടി, അതായത് ബോൾഷെവിക് പാർട്ടിയുടെ നേതാവാണ്. ആ പാർട്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമുക്ക് രണ്ടാമത് റെവല്യൂഷന്റെ സമയം കൂടി എത്തിയിരിക്കുന്നു, എല്ലാവരും എടുക്കുക, നമ്മൾ ഈ കെറൻസ്കിയുടെ അധികാരത്തിലുള്ള ഡൂമ ഗവൺമെന്റിനെ പുറത്താക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഈ ബോൾഷെവിക്സ് എന്ത് ചെയ്യുന്നു, ഒരു മൊത്തത്തിലൊരു ട്രൂപ്സ് എന്ത് ചെയ്യുന്നു, അവർ പവർ സ്റ്റേഷനും ബാങ്കും ട്രെയിൻ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും എല്ലാം പിടിച്ചടക്കുന്നു. അവര് ഈ റഷ്യയിലുള്ള കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള അവരെ ഒഴിവാക്കാണ്. അപ്പോൾ അവർ സെന്റ് പീറ്റേഴ്സ്ബർഗും റഷ്യയും മോസ്കോയും ഒക്കെ പിടിച്ചടക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലെനിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അധികാരത്തിലേറുകയാണ് റഷ്യയിൽ. അപ്പൊ ഇതിൽ പറയുന്ന മറ്റൊരു പേരാണ് ഓക്കെ, നമ്മുടെ റാസ്പുട്ടിൻ. നിങ്ങൾ ആ പാട്ടൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള പാട്ടില്ലേ, റാസ്പുട്ടിൻ എന്നൊക്കെ സംഭവം. ആ റാസ്പുട്ടിൻ എന്ത് ചെയ്യുന്നു, ഈ നിക്കോളാസ് സെക്കൻഡിന്റെ അണ്ടർ ഉണ്ടായിരുന്ന ഒരു മോങ്കാണ്, അല്ലെങ്കിൽ ഒരു അൺസ്കപ്പുലസ് മോങ്ക് എന്ന് പറയാം, സ്വയം പ്രഖ്യാപിത ഒരു ആൾ ദൈവമാണ്. ഓക്കെ, അതുകൂടി ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ വെച്ചോളൂ. ഓക്കെ, അപ്പൊ റാസ്പുട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, നിക്കോളാസ് സെക്കൻഡിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അത് ഒരുപാട് സ്ത്രീകളെ ഒരുപാട് വശപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് തവണ പോയിസൺ ചെയ്ത് കൊല്ലാൻ നോക്കിയിട്ട് അദ്ദേഹം മരിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കെട്ടുകഥകളൊക്കെ ഉണ്ട്. അപ്പൊ റാസ്പുട്ടിന് ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഈ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സാർ നിക്കോളാസ് സെക്കൻഡിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ ലെനിൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിന്റെ നേതാവായിട്ട് അധികാരത്തിലായിരുന്നു. പെട്രോഗാഡില് ബോൾഷെവിക്കുകൾ പിടിച്ചടക്കുന്നു. പ്രൈം മിനിസ്റ്റർ അലക്സാണ്ടർ കെറൻസ്കി അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫ്ലഡ് ചെയ്യാണ്, അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബോൾഷെവിക്സ് എന്ത് ചെയ്യുന്നു, അധികാരം മൊത്തം ഏറ്റെടുക്കുന്നു റഷ്യയുടെ. The Lenin Russian Revolution ended with the abolition of private land ownership and workers gained control over the feudal factories. Okay, വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ഫാക്ടറിയുടെ എല്ലാ അധികാരം വർക്കേഴ്സിന് നേതൃത്വത്തിൽ കൊടുക്കുന്നു. പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് ലാൻഡ് എന്ത് ചെയ്യുന്നു, ഒരു സോഷ്യൽ ആയിട്ടുള്ള സംഭവമാണെന്ന് അവർ പറയാണ്, അല്ലെ? ആരൊക്കെ കൃഷി ചെയ്താലും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് കൊടുക്കണം, ഗവൺമെന്റ് തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ചു നൽകും. ഓക്കെ, അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു, 1991 USSR ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ആ USSR 1991 വരെ നിലനിൽക്കുന്നുണ്ട്. ഈ 1917 ഉണ്ടാക്കിയ ഒരു USSR, അല്ലെ? 1991 അധികാരം, നമ്മുടെ അയാളെ പേര് ഞാൻ മറന്നുപോയി, മിഖായിൽ ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ അധികാരം തകർന്നടിയുന്ന സംഭവം വരുന്നുണ്ട്. എങ്കിൽ കൂടി അതാണ് സംഭവം. ഓക്കെ, അപ്പൊ റഷ്യൻ റവല്യൂഷന്റെ ആകത്തുകയിൽ ഇങ്ങനെയാണ്. ഒക്ടോബർ റവല്യൂഷൻ, അതുപോലെ തന്നെ ഫെബ്രുവരി റവല്യൂഷൻ, രണ്ടും ഓർത്ത് വെക്കുക. സാർ നിക്കോളാസ് സെക്കൻഡിനെ ഓർത്ത് വെക്കുക. റാസ്പുട്ടിനെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ബോൾഷെവിക്കുകളെ കുറിച്ച് ഓർത്ത് വെക്കുക. അലക്സാണ്ടർ കെറൻസ്കിയെ കുറിച്ച് ഓർത്ത് വെക്കുക. ഡൂമ ഗവൺമെന്റിനെ കുറിച്ച് ഓർത്ത് വെക്കുക. പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡും കൂടി ഉണ്ട്. ഇതുകൂടി ഞാൻ തീർത്തട്ടെ. മാക്സിമം ഒരു 10 മിനിറ്റ്, അത് കൂടുതൽ എടുക്കില്ല. 8:15 നിങ്ങൾ ഞാൻ ഫ്രീ ആക്കി വിടാം. ഓക്കെ, 1914 മുതൽ 1918 മുതൽ നടന്ന വേൾഡ് വാർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും അറിയുന്ന സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ സംഭവങ്ങൾ മാത്രം പറഞ്ഞ് പോവാണ്. ഓക്കെ, ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. 1914 മുതൽ 1918 വരെ നടന്ന യുദ്ധമാണ് വേൾഡ് വാർ. വേൾഡ് വാറിന്റെ മറ്റൊരു പേരാണ് ഗ്രേറ്റ് വാർ എന്ന് പറയുന്നത്. അത് ആരൊക്കെ തമ്മിലാണ്, അലൈഡ് പവേഴ്സും സെൻട്രൽ പവേഴ്സും തമ്മിലുള്ള യുദ്ധമാണ്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായി ഓർത്തിച്ചോളൂ. ഇത് മിക്സ് ആകരുത്, കാരണം സെക്കൻഡ് വേൾഡ് വാറിൽ ഇതുപോലെ തന്നെ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് മിക്സ് ആവാൻ നോക്കുക. അലൈഡ് പവേഴ്സും സെൻട്രൽ പവേഴ്സുമാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്നത്. ഈ അലൈഡ് പവേഴ്സ് പെട്ട ആളുകളാണ് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പിന്നീട് വരുന്നുണ്ട് 1917 ആവുമ്പോൾ. ഓക്കെ, അപ്പൊ സെൻട്രൽ പവേഴ്സ് പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഓട്ടോമൻ എംപയർ ആൻഡ് ബൾഗേറിയ. ഓക്കെ, കൃത്യമായി ഓർമ്മിച്ചുള്ളൂ. സെൻട്രൽ പവേഴ്സും അലൈഡ് പവേഴ്സും. ന്യൂ ഇന്റർനാഷണൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഓഫ് ജർമ്മനി. 1890 മുതൽ ജർമ്മനി എന്ത് ചെയ്യുന്നു, കൂടുതൽ അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കോളനികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഒരുപാട് ഏരിയാസ് പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ ഒരു കാരണമാണ് ഫസ്റ്റ് വേൾഡ് വാറിന്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഡിഫൻസ് അലയൻസ് ആണ്. ഇത് പ്രകാരം എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്ത് ആക്രമിച്ച അവരുടെ അല്ലൈ ആയിട്ടുള്ള, ഇന്ന് നമ്മൾ നാറ്റോ സഖ്യത്തെ കുറിച്ച് കേട്ടിരുന്നു, അല്ലെ? യുക്രൈനൊക്കെ ഒരു നാറ്റോ സഖ്യയുടെ ഭാഗമാണ്. അതായത് യുക്രൈൻ ആരെല്ലാം ആക്രമിച്ച നാറ്റോ ഇതിൽ ഇടപെടും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസെപ്റ്റ് ആണ് മ്യൂച്വൽ ഡിഫൻസ് അലയൻസ്. അതായത് നിങ്ങൾ ഇപ്പൊ ഒരു രാജ്യത്ത് ആക്രമിച്ച ആ രാജ്യത്തിന് കൂടെ അലയൻസ് ആയിട്ടുള്ള മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആ യുദ്ധത്തിൽ പങ്കെടുക്കണം, അവരെ സഹായിക്കണം എന്നൊരു കൺസെപ്റ്റ്. പിന്നെ ട്രിപ്പിൾ അലയൻസ് 1882 എന്ത് ചെയ്യുന്നു, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി ഇവരും കൂടെ എന്ത് ചെയ്യുന്നു, ട്രിപ്പിൾ അലയൻസ് എന്ന സംഭവം ഉണ്ടാക്കുന്നത്.
അപ്പൊ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് 1907 എന്ത് ചെയ്യുന്നു, ട്രിപ്പിൾ എൻറ്റെറ്റെ ആരൊക്കെ ഉണ്ടാക്കാണ്? ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് റഷ്യ. ഞാൻ പറഞ്ഞു മ്യൂച്വൽ ഡിഫൻസ് അലയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആൻഡ് ഇറ്റലി ഇവരെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ട്രിപ്പിൾ അലയൻസ് ഉണ്ടാക്കുന്നത് 1882 അപ്പൊ ഇതിനെ ചെക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ ഇവരെന്ത് ചെയ്യുന്നു 1907 മറ്റൊരു അലയൻസ് ഉണ്ടാക്കുകയാണ്. അതിന്റെ പേരാണ് ട്രിപ്പിൾ എൻറ്റെറ്റെ. ഇത് പ്രകാരം ഇപ്പൊ ജർമ്മനിയെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ഓസ്ട്രിയയും ഹംഗറിയും ഇറ്റലിയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രിട്ടനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ഫ്രാൻസും റഷ്യയും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബ്രിട്ടനെ സഹായിക്കണം. ഈ ഒരു കൺസെപ്റ്റ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇമ്പീരിയലിസം ആണ്. അതായത് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒരുപാട് കോളനീസ് അവർ ഉണ്ടാക്കില്ല. 1914-18 ആയപ്പോഴേക്കും ഒരുപാട് കോളനീസ് ഉണ്ട്. ഇന്ത്യ ഒരു കോളനി ആയിരുന്നു. അപ്പോൾ ഈ കോളനികളിലെ റോ മെറ്റീരിയൽസും അതിലൊരു മാർക്കറ്റും ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സംഭവം കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളും വേണമെന്ന് പറയുന്നു. അതായത് ജർമ്മനി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, ബ്രിട്ടൻ മാത്രം കൈയടക്കി വെച്ച് നടക്കില്ല എന്നൊരു സംഭവം. ഓക്കെ. പിന്നെ മിലിറ്ററിസം, ഒരുപാട് രാജ്യങ്ങളൊക്കെ ഒരുപാട് പുതിയ വെപ്പൺസ് കണ്ടെത്താണ്, അവർ ഒരുപാട് മിലിറ്ററൈസ് ചെയ്യാണ്. ഓക്കെ. ഇതൊക്കെ കൂടിയാണ് കാരണം, ആകത്തുകയിലുള്ള ഒരു കാരണം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് റീസൺ എന്ന് പറയുന്നത് അസാസിനേഷൻ ഓഫ് ആർച്ച് ഡൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ഓക്കെ, ഈ പോയിന്റ് ഓർത്ത് വെച്ചോളൂ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേൾഡ് വാറിന്റെ കാരണം എന്ന് പറയുന്നത് ആർച്ച് ഡൂക്ക് ആയിട്ടുള്ള അസാസിനേഷൻ ഓഫ് ആർച്ച് ഡൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ആണ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ 1914 ആർച്ച് ഡൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന, അതായത് ഓസ്ട്രിയ ഹംഗറി എന്ന രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള പുതിയ റൂളർ ആയിരുന്നു ഈ ആർച്ച് ഡൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ബോസ്നിയയിൽ വെച്ചിട്ട് ഒരാൾ കൊല്ലുകയാണ്. ഈ കൊന്ന ആൾ ഒരു സെർബിയക്കാരനാണ്. അപ്പൊ ഈ ആസ്ട്രിയ എന്ത് ചെയ്യുന്നു, ആസ്ട്രിയ ഹംഗറി ഈ സെർബിയയുടെ പേരിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഈ സെർബിയയുടെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആരാണ്? റഷ്യ. നമ്മൾ നേരത്തെ പറഞ്ഞ അലയൻസ് ഇല്ലേ, ട്രിപ്പിൾ എൻറ്റെറ്റെ, അതിൽപ്പെട്ടൊരു രാജ്യമായിരുന്നു സെർബിയ. സെർബിയയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് റഷ്യ ആയിരുന്നു. അപ്പൊ റഷ്യ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പേരിൽ ഓസ്ട്രിയ ഹംഗറിയുടെ മേലിൽ എന്ത് ചെയ്യുന്നു, യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ജർമ്മനി എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ നേതൃത്വത്തിലാണല്ലോ ഓസ്ട്രിയ ഹംഗറി കൂടി ട്രിപ്പിൾ അലയൻസ് ഉണ്ടാക്കിയത്. അപ്പൊ ജർമ്മനി എന്ത് ചെയ്യുന്നു, റഷ്യയുടെ പേരിൽ മേലെ യുദ്ധം പ്രഖ്യാപിക്കണം. അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെ പേരിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ആകെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് സംഭവിക്കുന്നു. എല്ലാവരും ഈ ഭാഗത്തിന് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റെറ്റെ ഒക്കെ എന്ത് യുദ്ധത്തിന്റെ ഭാഗമാകാണ്. ഓക്കെ. അങ്ങനെ 1911 ചെയ്യുന്നു, ഒരു മേജർ ടേൺ ഉണ്ടാവുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതോട് കൂടിയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വലിയൊരു രാജ്യമായി അതിനുള്ളിൽ മാറിയിരുന്നു. 1775 അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. അതോടുകൂടി അവർ വമ്പൻ രാജ്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഉണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഷിപ്പിനെ ജർമ്മനി ആക്രമിച്ചതോടുകൂടി ജർമ്മനി എന്ത് ചെയ്യുന്നു, ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഈ പോയിന്റ് നോട്ട് വെച്ചോളൂ. ഓക്കെ. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, അവരെ പേൾ ഹാർബറിൽ ജപ്പാൻ കൊണ്ടുപോയി ബോംബിട്ടപ്പോൾ. അതുപോലെ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പങ്കെടുക്കുന്നത്. അത് 1917 അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ഒരു ഒരു USA ഷിപ്പിനെ ജർമ്മനി ആക്രമിക്കുന്നതോട് കൂടിയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. പക്ഷെ 1917 ആയപ്പോഴേക്കും റഷ്യ എന്ത് ചെയ്യുന്നു, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. കാരണം അവരുടെ ബോൾഷെവിക് റവല്യൂഷൻ നടന്നിട്ട് ലെനിൻ അധികാരത്തിലിടുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒന്നാം ലോക മഹായുദ്ധം കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് പറയുന്നു. റഷ്യ പിന്മാറുന്നു. അങ്ങനെ റൂൾ ഓഫ് ദ കിങ് എൻഡഡ് ഇൻ ജർമ്മനി ആൻഡ് ഇറ്റ് ബിക്കേം എ റിപ്പബ്ലിക് ഇൻ നവംബർ 1918. 1918 ആയപ്പോൾ യുദ്ധം അവസാനിക്കുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. ജർമ്മനിയിൽ റിപ്പബ്ലിക്കായി ജർമ്മനി പ്രഖ്യാപിക്കുകയാണ് യുദ്ധം കഴിയുന്നതോടുകൂടി 1918. അതിന് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ USSR ഫോം ചെയ്യുന്നുണ്ട്. 1922 USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു യൂണിയൻ ഉണ്ടാക്കുന്നത് 1922. 1991 അത് പരാജയപ്പെടുന്നുണ്ട് അല്ലെ. മിഖായിൽ ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് രണ്ട് പെരിസ്ട്രോക്കിയ, ഗ്ലാസ്കോയിക്ക എന്ന് പറയുന്ന രണ്ട് പോളിസീസ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പ്രകാരം അവർ തകർന്നടിയുന്നുണ്ട്. ഓക്കെ. പിന്നെ യൂറോപ്യൻ സുപ്രീമസി ബിഗാൻ ടു എൻഡ് ആൻഡ് ജപ്പാൻ എമർജ്ഡ് ആസ് എ പവർഫുൾ ഇൻ ഏഷ്യ. ഓക്കെ, ഏഷ്യയിലുണ്ടായിരുന്ന യൂറോപ്യൻ സുപ്രീമസിക്ക് പരാജയപ്പെടുന്നു. ജപ്പാൻ എന്നതിന് കൂടുതൽ പവർ കിട്ടുന്നു. ഓട്ടോമൻ എംപയർ കംപ്ലീറ്റ്ലി നശിക്കുന്നു. ഓട്ടോമൻ എംപയറിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ടർക്കി എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് വരികയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവരുടെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത് ട്രീറ്റി ഓഫ് വേഴ്സൈലേസ്. ഓക്കെ, ഈ ട്രീറ്റിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണം തന്നെ വരുന്നത്. ഓക്കെ, ഈ ട്രീറ്റി പ്രകാരം എന്ത് ചെയ്യുന്നു, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. ഒരു പീസ്ഫുൾ ഡോക്യുമെന്റ് ഉണ്ടാകുന്നു. ഈ ട്രീറ്റി പ്രകാരം ഈ ട്രീറ്റിയിലെ എല്ലാ കാര്യങ്ങളും ജർമ്മനിക്കെതിരായിരുന്നു. ഓക്കെ, ജർമ്മനിയാണല്ലോ ഒരു മെയിൻ ട്രിപ്പിൾ അലയൻസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം. ഈ രാജ്യമാണ് ഒന്നാം ലോകം എന്നത് കാരണം
ഇവരെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ജർമ്മനിയെ മുദ്ര കുത്തുന്നു. ട്രീറ്റി ഓഫ് വേഴ്സാലീസ് പ്രകാരം ജർമ്മനിയെ കംപ്ലീറ്റ്ലി നശിപ്പിക്കാണ്. ജർമ്മനിയുടെ പേരിൽ ഒരുപാട് യുദ്ധാനന്തര കുറ്റങ്ങൾ ചുമത്തുകയാണ്. ജർമ്മനി ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരുന്നു. ജർമ്മനിയുടെ എന്ത് ചെയ്യുന്നു? ആർമിയുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജർമ്മനിക്ക് ഒരു ഈഗോ ഉണ്ടാവുന്നു. ഹിറ്റ്ലറൊക്കെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട സംഭവം ലീഗ് ഓഫ് നാഷൻസ്, യുണൈറ്റഡ് നാഷൻസിന്റെ മുൻഗാമിയായിട്ടുള്ള ലീഗ് ഓഫ് നാഷൻസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ട്രീറ്റി ഓഫ് സെയിന്റ്, ജർമ്മനി 10th ആയിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, രണ്ട് ട്രീറ്റികളുണ്ട്. ട്രീറ്റി ഓഫ് സെയിന്റും ട്രീറ്റി ഓഫ് സെവേഴ്സും. ഇത് രണ്ടും ഒന്നാം ലോകമായതുമായി ബന്ധപ്പെട്ടതാണ്. ട്രീറ്റി ഓഫ് സെവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൻ എംപയറുമായി ബന്ധപ്പെട്ടതാണ്. ട്രീറ്റി ഓഫ് സെയിന്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിയ ഹംഗറി എന്ത് ചെയ്യുന്നു? ജർമ്മനിയിൽ നിന്നും ഇൻഡിപെൻഡൻസ് നിൽക്കുന്ന ഒരു സംഭവം. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക. ട്രീറ്റി ഓഫ് വേഴ്സാലീസ് ഒഫീഷ്യൽ ഉണ്ടായിരുന്നത് 1919 ജൂൺ 28-നാണ്. ഒഫീഷ്യലി എൻഡ് വേൾഡ് വാർ ഒഫീഷ്യലി എൻഡ് ചെയ്യുന്നത് ട്രീറ്റി ഓഫ് വേഴ്സാലീസ് പ്രകാരമാണ്. US എന്ത് ചെയ്യുന്നു? ഈ വാർ എന്ത് ചെയ്യുന്നു? US വളരെ ഉപകാരപ്പെടുക സംഭവമാണ്. ഒരുപാട് വെൽത്തും കാര്യങ്ങളൊക്കെ അവർക്ക് ഇതോടുകൂടി ഉണ്ടാവുന്നു. ലീഗ് ഓഫ് നാഷൻ ഉണ്ടാക്കുന്നത് 1920-ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ്. ഓക്കെ. 1920 ജനീവയിൽ നടന്ന സംഭവമാണ് ലീഗ് ഓഫ് നാഷൻസ്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണ്. സെക്കൻഡ് വേൾഡ് വാർ ഒഫീഷ്യലി ബിഗാൻ ചെയ്യുന്നത് 1939-ലാണ്. അവസാനിക്കുന്നത് 1945-ലാണ്. എങ്ങനെയാണ് വേൾഡ് വാർ സെക്കൻഡ് ബിഗാൻ ചെയ്യുന്നത്? അത് ജർമ്മനി എന്ത് ചെയ്യുന്നു? പോളണ്ടിനെ ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. ജർമ്മനി ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലായിരുന്നു അല്ലെ. ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് പോളണ്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് വരുന്നു. വേൾഡ് വാർ 1 ബിഗാൻ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ വാർ ഫോർട്ട് ബിറ്റ്വീൻ ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈസ്. ഓക്കെ, ഇപ്പൊ കൃത്യമായി നോട്ട് ചെയ്തിട്ടുള്ളൂ. ആക്സിസ് പവേഴ്സിൽ ആരൊക്കെ ഉണ്ട്? ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ. അലൈസിൽ ആരൊക്കെ ഉണ്ട്? ബ്രിട്ടനും ഫ്രാൻസും പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും. വലിയ രാജ്യങ്ങളൊക്കെ അലൈസ് പവറിലും ആക്സിസ് പവേഴ്സിൽ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഏകദേശം ഏറ്റവും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീമാകാരമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് വേൾഡ് വാർ ാണ്. ഏകദേശം 5 വർഷം നീണ്ട യുദ്ധമാണ്. 50 മില്യണോളം ജനങ്ങൾ ഇതിൽ കൊല്ലപ്പെടും. കാരണം ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു ട്രീറ്റി ഓഫ് വേഴ്സാലീസ്. അത് ജർമ്മനിക്ക് എതിരായിരുന്നു. ജർമ്മനി ഇത് കാരണം തന്നെയാണ് ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരുന്നത് അല്ലെ. ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജർമ്മനിയുടെ റിപ്പബ്ലിക് പിടിച്ചെടുക്കുന്നു. ഇലക്ഷനിലൂടെയാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അദ്ദേഹത്തിന്റെ പാർട്ടി നാസീസ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം അധികാരത്തിൽ വരുന്നു. ഈ ട്രീറ്റി ഓഫ് വേഴ്സാലീസിന് എതിരായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കാരണമാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ കോളനികൾ വേണം, അതിൽ നിന്ന് കൂടുതൽ സമ്പത്ത് നേടുന്ന ഒരു കൺസെപ്റ്റ് ആളുകൾക്ക് വരുന്നു. ഫെയിലിയർ ഓഫ് അപ്പീസ്മെന്റ് ടു ദ റൈസ് ഓഫ് മിലിറ്ററിസം ഇൻ ജർമ്മനി ആൻഡ് ജപ്പാൻ. ജപ്പാനിലും ജർമ്മനിയിലും ഇറ്റലിയിലൊക്കെ എന്ത് ചെയ്യുന്നു? മിലിറ്ററിസം, ഫാസിസം, നാസിസം ഒക്കെ ഉണ്ടായി വരുന്നു. ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നാഷൻ. 1920 ഉണ്ടാക്കിയ ലീഗ് ഓഫ് നാഷൻസ് ഒരു പണ്ടേ പരാജയമായിരുന്നു. പിന്നെ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെ 1920 ആയപ്പോഴേക്കും ഇറ്റലിയിൽ എന്ത് ചെയ്യുന്നു? ഫാസിസം വരുന്നു. ബെനിറ്റോ മുസോളിനി അധികാരത്തിൽ വരുന്നു 1922. ഓക്കെ. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വരുന്നു. ജർമ്മൻ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതിന്റെ മറ്റൊരു പേരാണ് നാസി പാർട്ടി. ഓക്കെ. ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? വേഴ്സാലീസ് ട്രീറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കും. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രതാപം പിടിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളോട് പറയുന്നു. ഓക്കെ. അങ്ങനെ 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആയിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം പോളണ്ടിനെ ആക്രമിക്കുന്നതോട് കൂടി രണ്ടാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ വാർ നടക്കുന്ന സംഭവത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ജർമ്മനി എന്ത് ചെയ്യുന്നു? ആദ്യ സമയത്ത് 1939 എന്ത് ചെയ്യുന്നു? ജർമ്മനും സോവിയറ്റ് യൂണിയനും ഒരു നോൺ അഗ്രഷൻ പാക്ട് മോസ്കോയിൽ വെച്ച് കേറുന്നുണ്ട്. ഇതിന്റെ പേരാണ് റിബൺ ടോപ്പ് പാക്ട്. അപ്പൊ ചോദ്യം വരാം, റിബൺ ടോപ്പ് പാക്ട് ഈസ് റിലേറ്റഡ് ടു വിച്ച് കൺട്രീസ് എന്ന് പറയുമ്പോൾ ജർമ്മനും സോവിയറ്റ് യൂണിയനും. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ സംഭവമാണ് വിന്റർ വാർ. ഇത് പ്രകാരം ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഫിൻലാൻഡ് തമ്മിൽ 1940 നടന്ന ഒരു യുദ്ധത്തെ പറയുന്ന പേരാണ് വിന്റർ വാർ. ഓർത്ത് വെക്കുക, റഷ്യ ആൻഡ് ഫിൻലാൻഡ്. ഓക്കെ. ആഫ്റ്റർ ഫേസിംഗ് ഡിഫീറ്റ്സ് ഇൻ ബ്രിട്ടൻ, ഹിറ്റ്ലർ ബ്രോക്ക് ദ റിബൺ പാക്ട് ആൻഡ് ഇൻവേർഡ് റഷ്യ ഇൻ 1941 ഓപ്പറേഷൻ ബർബോസ എന്ന് പറയുന്നത്. അതായത് അവർ 1939 നോൺ അഗ്രഷൻ പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, റഷ്യയും ജർമ്മനിയും തമ്മിൽ. അപ്പൊ ഹിറ്റ്ലർ പരാജയപ്പെടുന്നു. ബ്രിട്ടനെ പിടിച്ചടക്കുന്ന സംഭവം ഹിറ്റ്ലറിന് സാധിക്കുന്നില്ല. അവിടെ അദ്ദേഹം പരാജയപ്പെടുകയാണ്. ഇത് പരാജയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം റഷ്യയെ ആക്രമിക്കുകയാണ്. ഈ റിബൺ ടോപ്പ് പാക്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒഴിവാക്കുന്നുണ്ട്. ലംഘിച്ചിട്ട് റഷ്യ ആക്രമിക്കുന്നുണ്ട്. ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ ബർബോസ. ഓപ്പറേഷൻ ബർബോസ ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് ജർമ്മനിയും റഷ്യയുമായി ബന്ധപ്പെട്ടതാണ്. റിബൺ ടോപ്പ് പാക്ട് ആരൊക്കെ തമ്മിലാണ്? അത് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. വിന്റർ വാർ റഷ്യയും ഫിൻലാൻഡും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അങ്ങനെ ജാപ്പനീസ് എന്ത് ചെയ്യുന്നു? 1941 ഡിസംബർ 7
US നേവി ബേസ് ആയിട്ടുള്ള പേൾ ഹാർബറിൽ കൊണ്ടുപോയിട്ട് ബോംബ് ഇടുന്നുണ്ട് അല്ലെ. ഇതോടുകൂടി അമേരിക്ക എന്ത് ചെയ്യുന്നു, സെക്കൻഡ് വേൾഡ് വാറിൽ ഇൻവോൾവ് ആവുന്നു. അവർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് കൊണ്ടുപോയി വർഷിക്കുന്നുണ്ട് അല്ലെ. ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ് മാൻ എന്ന് പറഞ്ഞ 2 ബോംബുകൾ. This ensured that global conflict commenced with Germany declaring war on US a few days later. Okay. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുകയാണ്. പേൾ ഹാർബറിൽ ഇവര് ബോംബിട്ടോടുകൂടി അമേരിക്ക ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. അങ്ങനെ US entered the war. ഓക്കെ അങ്ങനെ US എന്ത് ചെയ്യുന്നു, ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയിട്ട് 2 പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ബോംബ്സ് വർഷിക്കുന്നുണ്ട്. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, ജപ്പാൻ കീഴടങ്ങി. അതിന് മുന്നേ തന്നെ ഈ ഹിറ്റ്ലറിനെ പരാജയപ്പെടുത്തിയിട്ട് റഷ്യ വരുന്നുണ്ട്. അവിടെ ഹിറ്റ്ലർ കീഴടങ്ങി. അതുപോലെ തന്നെ ഇറ്റലിയിൽ എന്ത് ചെയ്യുന്നു, ബെനിറ്റോ മുസോളിനി അവിടുത്തെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നുണ്ട്. അപ്പൊ അതോടുകൂടി അവരെല്ലാവരും പരാജയപ്പെടുന്നു. ആകെ ബാക്കി ഉണ്ടായിരുന്നത് ജപ്പാനായിരുന്നു. ജപ്പാനെ നിലംപരിശാക്കിയിട്ട് അമേരിക്ക ബോംബും കൊണ്ടുപോയിരുന്നു. അങ്ങനെ ട്രോമാൻ, അന്നത്തെ ജപ്പാനീസ് ലീഡർ ആയിട്ടുള്ള ട്രോമാൻ എന്ത് ചെയ്യുന്നു, ഒഫീഷ്യലായിട്ട് ഞങ്ങൾ പരാജയം സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ അവിടെ സംഭവിക്കുന്നു. ഓക്കെ. ബ്രിട്ടന്റെ പവർ ഈ സെക്കൻഡ് വേൾഡ് വാറോട് കൂടി നശിക്കുകയാണ്. അമേരിക്കയും USSRും എന്ത് ചെയ്യുന്നു, ഒരു ടോപ്പ് പവേഴ്സ് ആയിട്ട് വരുന്നു. കോളനികളിൽ 2ാം ലോകമായതോടു കൂടി എല്ലാ കോളനികളും ഡീകോളനൈസ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നു അല്ലെ. കോളനികളൊക്കെ അവിടെ നിന്ന് അവസാനിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻ ഇന്ന് വരെ നിലനിൽക്കുന്ന UNO, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ 24 ഒക്ടോബർ 1945 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട് അവർ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ. സാൻ ഫ്രാൻസിസ്കോ 1945 24 ഒക്ടോബർ UNO. ഓക്കെ, ഓർത്ത് വെക്കുക. UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ട്രിഗേവ് ലീ ആണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോ ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, 2ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നു. 2ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ തന്നെ 2 വേൾഡ് സൂപ്പർ പവർ ആയിട്ടുള്ള USAയും USSRും എമർജ് ചെയ്ത് വരുന്നു. പിന്നെ ഇവര് തമ്മിലുള്ള വാറാണ് കോൾഡ് വാർ. നമുക്കറിയാം അല്ലെ. 1950 മുതൽ സ്റ്റാർട്ട് ചെയ്ത കോൾഡ് വാർ റഷ്യയുടെ പതനത്തോടു കൂടി USSRന്റെ പതനത്തോടു കൂടി എന്താണ് അവസാനിക്കുന്നത് 1991. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും എനിക്കും ആവർത്തിക്കാനുള്ളത്. നിങ്ങൾ അധികം സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് ഒരുപാട് വാസ്റ്റ് ആയ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ കഴിഞ്ഞ വർഷം 2022 ചോദിച്ച ചോദ്യമാണ്, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധം അമേരിക്കൻ വാർഫെയറിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലെങ്കിൽ കിട്ടാത്ത രീതിയിൽ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ദയവേത് ഇതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഇത് കിട്ടുകയാണെങ്കിൽ കിട്ടി, KKPP നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമാണ്. മാക്സിമം ഈ ക്ലാസ്സുകൾ കേട്ടില്ല, ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പഠിക്കുക, പ്രധാനപ്പെട്ട ഇൻസിഡൻസിനെ കുറിച്ച് പഠിക്കുക, ട്രീറ്റിയെ കുറിച്ച് പഠിക്കുക, ഏതൊക്കെ രാജാക്കന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു PPT തന്നെ മതിയാവും. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ടൈം ഒരുപാടായില്ല, ഇപ്പൊ തന്നെ 8:21 ഞാൻ ഇവിടെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്താൽ ഐ എം ഹാപ്പി. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് കോൺടാക്ട് ചെയ്യുക, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ താങ്ക് യു. എന്നാൽ നമുക്ക് ഇവിടെ സെഷൻ നിർത്താം.